നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ദൈവം അടിയങ്ങളെ രണ്ടുപേരെയും സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഹോസ്പിറ്റാലിറ്റിക്കും നന്ദി പറയുന്നു. നമുക്ക് പറ്റാവുന്നതിനേക്കാൾ കൂടിയ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എന്നാലും ഒറ്റ വാക്കിൽ പറഞ്ഞ് അത് സംഗ്രഹിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നു. സഭയോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് റോമാലേഖനത്തിൽ നിന്ന് അടിസ്ഥാന വേദപാഠങ്ങൾ, പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന നീതീകരണം, ഹൗ ആർ വി ഡിക്ലെയർഡ് ടു ബി റൈച്ചസ് ബിഫോർ ഗോഡ് എന്നുള്ളതാണ്. ഹൗ ക്യാൻ ഗോഡ് മേക്ക് ഈവിൽ പീപ്പിൾ ലൈക്ക് എസ് റൈച്ചസ്? ദൈവം എങ്ങനെയാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത്? നമുക്ക് അനുസരിക്കാനുള്ള കഴിവില്ല, നമുക്ക് അനുസരിച്ചൊന്നും പൂർത്തിയാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും ദൈവം നമ്മെ നീതിമാൻ എന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് അവൻ്റെ പുത്രൻ്റെ നീതി, അതായത് ദൈവപുത്രൻ്റെ നീതി. നമുക്ക് പകരം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ അനുസരിച്ച് പൂർത്തിയാക്കേണ്ട നിയമങ്ങളെ പൂർത്തിയാക്കി ആത്മാവ് നമുക്ക് തന്ന് ജീവനായി നമ്മിൽ വസിച്ച് ആ അനുസരണത്തെ നമ്മളിലൂടെ പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷയുടെ ഏത് തലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാലും അത് ശരിയായ ഉപദേശമാണോ എന്നറിയാൻ നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഡസ് എവറിത്തിങ് എൻഡ് ഇൻ ഗ്ലോറിഫൈയിങ് ദ ലോർഡ്? അതാണ് എല്ലാ ഉപദേശങ്ങളുടെയും. അത് രക്ഷയുടെ ഉപദേശം മാത്രമല്ല, വേദപുസ്തകത്തിൽ ഏത് ഉപദേശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അതെല്ലാം അവസാനിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഗോഡ് ടു യു ബിലോങ് ഓൾ ഗ്ലോറി ആൻഡ് ഓണർ എന്ന് പറയുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ മഹത്വത്തിനായി, രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം വി വർ അൺവർതി വൈൽ വി വർ സ്റ്റിൽ അൺവർതി ആൻഡ് എനിമീസ് ഓഫ് ഗോഡ്. God elected us in Christ before time began, and that story of salvation unraveled over many millennia. Finally, when we were born, we didn't know anything about this. പക്ഷേ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് പതുക്കെ നമ്മുടെ ജീവിതത്തിലൂടെ, വിശ്വാസത്തിലൂടെ നമ്മൾ വിശ്വസിച്ചപ്പോൾ അതെല്ലാം കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും കർത്താവിൻ്റെ നിത്യരക്ഷയുടെ ബെനിഫിറ്റ്സും അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഒരു ഭാഗ്യം തന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് ടു നോ മച്ച്, ബട്ട് ഓൺലി നീഡ് ടു നോ ദിസ് മച്ച്. വിശ്വാസം, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റിപ്പൻറ്റൻസ് ആണ്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, ശരിക്കും നമ്മളെപ്പോഴും റിപ്പൻറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞകാല പാപങ്ങളിൽ ഒത്തിരി പാപം ചെയ്തു പോയിട്ടുണ്ട്, കർത്താവെ ക്ഷമിക്കണേ. ഇതാണ് നമ്മൾ റിപ്പൻറ്റൻസ് ആയിട്ട് പണ്ട് ഓർത്തഡോക്സ് പള്ളി തൊട്ട് കേൾക്കുന്നത്. അറിയാതെ ചെയ്തതും അറിഞ്ഞുകൊണ്ട് ചെയ്തതുമായ എൻ്റെ പിഴ, അതാണ് ഞാൻ ചെയ്ത തെറ്റുകൾ. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മാനസാന്തരപ്പെടാൻ നമ്മൾ പറഞ്ഞാൽ മതി, ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. അതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന മാനസാന്തരം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ മൊത്തത്തോടെ പാപിയാണ്, അതായത് നമുക്ക് പാപം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പിന്നെ മാനസാന്തരപ്പെടും? അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ, ഞാനല്ല എന്ന് പറയേണ്ടി വരും. അതായത് അതെൻ്റെ മരണം, ഞാൻ കർത്താവിനോടൊപ്പമുള്ള എൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തം, ആ പങ്കാളിത്തം ഞാൻ കൺഫസ് ചെയ്യാനുള്ള കാരണം ഞാൻ പാപം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഐ ആം എ സിന്നർ എന്നാണ്, ഐ സിൻഡ് എന്നല്ല. നമ്മൾ സാധാരണ മാനസാന്തരപ്പെടാൻ പെട്ടെന്ന് ഈ അപ്പം നുറുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കിട്ടുമ്പം ഓടിപ്പിടിച്ച് നമ്മുടെ സിന്നുകളെല്ലാം കൂടെ കൗണ്ട് ചെയ്യുകയോ ചെയ്യുന്നത്. പക്ഷേ കൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല, ഈ സിൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. സിൻ ഫാക്ടർ, ദാറ്റ് ഫാക്ടർ സിൻ ഈസ് സ്റ്റിൽ ദെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിച്ച പനിയെ സപ്രസ് ചെയ്യുന്ന പോലെയാണ് ഈ താൽക്കാലികമായ മാനസാന്തരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ വരുമ്പോൾ നല്ല ചൂട്, ടെമ്പറേച്ചർ, ഉടനെ പാരസെറ്റമോൾ കഴിച്ചു, 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം വിയർത്ത് കഴിഞ്ഞപ്പോൾ വിചാരിക്കും എന്തൊരു വിടുതൽ, ഞാനിതിൽ ഇനി മേലെ ഞാൻ പാപം ചെയ്യത്തില്ല, ഇനി എനിക്ക് കുളിരുകയില്ല, ഇനി ഞാൻ വിറയ്ക്കുകയില്ല, ഇനി എനിക്ക് ശരീരം ചൂട് പിടിക്കുകയില്ല, ഞാൻ ആരോഗ്യമുള്ളവനായി മാറി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കൃത്യം 8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പതുക്കെ ഷിവറിങ്ങും പനിയും തുടങ്ങും. ഇത് ഒരു പാറ്റേണാണ്. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നോക്കിയാൽ ഇങ്ങനെ തന്നെ ഒരു പാറ്റേണിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്നു, പിന്നെ കുറച്ച് നേരം അതിൻ്റെ ചൂട് നിൽക്കുന്നു, പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥനയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും നമ്മൾ പഴയപടിയാകുന്നു, പിന്നെയും കരഞ്ഞു പിടിച്ച് മാനസാന്തരപ്പെടുന്നു. അപ്പം വി ആർ ടേക്കിംഗ് സ്പിരിച്വൽ പാരസെറ്റമോൾ വൺസ് ഇൻ എ വൈൽ ടു കീപ്പ് എസ് സിംറ്റം ഫ്രീ. പക്ഷേ അതേസമയം ഈ സിംറ്റം ഉണ്ടാക്കി വിടുന്ന ആ രോഗാണുക്കളൊന്നും മരിക്കാതെ
അത് നമ്മളിൽ അത് മരണം ഉണ്ടാക്കുന്ന രീതിയിൽ അത് വാണുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ മരണം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ളിൽ വാഴുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാതെ ഇതിന് പുറമേ കാണുന്ന പാപത്തെ മാത്രം പരിഹരിക്കുന്ന രീതിയിലുള്ള മാനസാന്തരങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത് ഞാനല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദാറ്റ്സ് എ ന്യൂ ടെസ്റ്റാമെൻറ്റ് റിപ്പൻറ്റൻസ്, ബിക്കോസ് ഐ വിത്ഡ്രോ ഫ്രം ദ സീൻ എന്നതിനർത്ഥം. അതായത് ഞാൻ ഈ പണിക്ക് ഇറങ്ങുന്നില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, കർത്താവെ അയാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിവില്ല, ഐ വിത്ഡ്രോ, ഐ ഡൈ, ഞാൻ ചത്തു, ഇനി ജീവിക്കുന്നത് ഞാനല്ല നീയാണ്, യു ആർ ലിവിങ് ത്രൂ മീ. നിൻ്റെ ജീവൻ എന്നിലേക്ക് കടന്നു വന്നാൽ മാത്രമേ എനിക്ക് ആളോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആളോട് ക്ഷമിക്കണമെങ്കിൽ, പിതാവിന് ഇഷ്ടമുള്ളൊരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകണമെങ്കിൽ, ദാറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീങ് ലൈക്ക് മീ. സോ വാട്ട് ഡു ഐ ഡു? ഞാൻ നാളെ നന്നായിക്കോളാം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നാളെ നന്നാകാൻ പറ്റിയില്ല. സോ വാട്ട് ഡു ഐ ഡു? ഐ കൺഫസ് ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ അവൻ്റെ കൂടെ മരിച്ചു. നമ്മുടെ മരണത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും വി ബിക്കം ഹെൽപ്ലെസ് ആൻഡ് വി അബാൻഡൻ അവേഴ്സൽസ്. കർത്താവ് പറഞ്ഞു തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്നെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകുന്ന സാധനമല്ല ഇത്. ഈ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് കൊടുത്ത് വരാൻ പറഞ്ഞ് ഈ തന്നെത്താൻ ത്യജിക്കുന്നത് എങ്ങനെയാണ്? ബൈ കാസ്റ്റിംഗ് അവേഴ്സൽസ് ടു ദ ഡെത്ത്, ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് ശരിക്കും വിശുദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ അസ് എന്നുള്ളതാണ്. ലിവ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ്. നിങ്ങളോട് ഒരാൾ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോയി, വലിയ തുകയായിരുന്നു, തിരിച്ചു തരുന്നില്ല, വാട്ട് ടു ഡു? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി നോക്കിയാൽ, ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ കുറേ പൈസ കൊണ്ടുപോയി, ഒന്നും തിരിച്ചു തരുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാണ്, എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടോ ചീറ്റിങ്ങിനായിട്ട്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ത്യൻ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെയ്യാതിരിക്കുന്നതും അതിനേക്കാൾ മനോഹരമാണ്. കാരണം പരിജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് വേണ്ട, ഞാൻ അയാളോട് ക്ഷമിച്ചു പോട്ടെ എന്ന് പറയണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ പോട്ടെ എന്ന് എങ്ങനെ വെക്കുമെന്ന്? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ കുഴപ്പം? അത്രയും കടുപ്പിച്ച് പറയല്ലേ, കാരണം ആ പൈസ അത്രയും കളയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അപ്പോൾ അല്ലേ പൈസ കൂടെ വേണമല്ലേ? അതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല പൈസ വിട്ട് കളഞ്ഞേക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോൾ ആ അനുസരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരിക ചെയ്യുന്നത്. ആരെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. ഇറ്റ് ഹാസ് ടു കം ഔട്ട് ഓഫ് ലവ്, കം ഔട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് ഉണ്ടായി വരണം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞത്? റോമാലേഖനം 1:6 പറയുകയാണ്, ഞാൻ അപ്പോസ്തലത്വവും കൃപയും പ്രാപിച്ചത് കൽപ്പനകൾക്ക് അനുസരണം ഉണ്ടാക്കാനല്ല, പിന്നെന്തിനാ? വിശ്വാസത്തിന് അനുസരണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് മൈ അപ്പോസ്റ്റൽഷിപ്പ് ആൻഡ് ദ ഗ്രേസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ആസ് ആൻ അപ്പോസ്റ്റൽ ഈസ് ടു ക്രിയേറ്റ് an obedience of faith. വിശ്വാസത്തിൻ്റെ അനുസരണം നമ്മളിൽ ഉളവാകാൻ വേണ്ടിയാണ്. അതായത് ഫെയ്ത്ത് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ ഹാസ് ടു പ്രൊഡ്യൂസ് ആൻ ഒബീഡിയൻസ്. അതാണ് ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളുടെ തന്നെ കാരണം. ഇനി അത് 16:24 മലയാളം ബൈബിളിൽ നോക്കുമ്പം റോമാലേഖനം അവസാനിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അനുസരണം. നമ്മൾ 1 പത്രോസ് 1:2 വായിക്കുമ്പോൾ ചിതറിപ്പാർക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ ജനത്തോട് പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനെന്നാണ്. അപ്പോൾ അനുസരണം കാണിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് വിശുദ്ധമാകണം. ആത്മാവ് വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പോൾ, വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് വിശുദ്ധമാകുന്നതും നമുക്ക് പുതിയൊരു സ്വഭാവം ഉണ്ടാകുന്നതും. ഈ ജീവനെ നമുക്ക് നിഷേധിച്ചാൽ, അതായത് ക്രിസ്തു നമ്മിൽ വാഴുന്ന ആ ജീവനെ നമ്മൾ നിഷേധിച്ചാൽ നമ്മൾ ഒരിക്കലും പരിജ്ഞാനത്തിലേക്ക് വളരുകയില്ല. നമ്മൾ എന്നും കൈകൊട്ടുന്ന ക്രിസ്ത്യാനിയെ അവിടെ ഇരിക്കുകയുള്ളൂ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിജക്റ്റ് ക്രൈസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു ഫെയ്ത്ത് ലൈഫ്. അതായത് ക്രിസ്തുവിൻ്റെ ജീവൻ അത്ര അട്രാക്റ്റീവ് അല്ല. കാരണം നമുക്ക് പലപ്പോഴും അത് വേദന ഉണ്ടാക്കുന്നതാണെന്ന് അനുമാനിച്ച് നമ്മൾ കർത്താവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും കർത്താവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വലിയൊരു ആനന്ദമാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം പലപ്പോഴും നമുക്കറിയില്ല. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ റോമാലേഖനം 7ഉം 8ഉം ഒന്നിച്ച് ചേരുന്ന ആ ജംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയാണ് ഹോർമോൺ കൊണ്ടും കെമിക്കൽസ് കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ വീണുപോയ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അനുസരിക്കാൻ പറ്റാതായതെന്നും കർത്താവ് എങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഒബീഡിയൻസ് വഴി ദൈവം നമുക്ക് നീതി നൽകിയതെന്നുമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ക്ലാസ് റൂം എക്സ്പീരിയൻസ്? തോറ്റുപോകാവുന്ന 0 കിട്ടുന്ന പയ്യൻ 99 കിട്ടിയവരെല്ലാം ഇപ്പോൾ എവിടെയാണ്? എല്ലാം നരകത്തിലാണ്. പരീശന്മാർ, അങ്ങേയറ്റത്തെ പരീശന്മാരെല്ലാം നരകത്തിലാണ്. കാരണം ദേ കുഡ് നോട്ട് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. എന്നാൽ ഒന്നും വിവരമില്ലാതിരുന്ന ഞാനോ
ഞാൻ അകത്താണ്. എങ്ങനെ അകത്താണ്? ബൈ ഫെയ്ത്ത്. ഇത് തന്നെ നമ്മൾ റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒരിക്കൽ വായിച്ചിരുന്നു. അത് ഒന്നുകൊണ്ട് നമുക്ക് വായിക്കാം. റോമാലേഖനം 9:30 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ. അതായത് അങ്ങനെ ഹിസ്റ്ററി ഇല്ല അവർക്ക്. നീതിക്ക് വേണ്ടി ദാഹിച്ചതായി ഒരു ഹിസ്റ്ററി അവർക്കില്ല. നീതി അവർ പിന്തുടർന്നിട്ടില്ല. പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അവർ ഈ വലിയ നീതി വന്നപ്പോൾ, അവർക്ക് അസാധ്യമായ നീതി വന്നപ്പോൾ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അടുത്തത്, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയും വയ്ക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ നീതി, ദൈവത്തിന്റെ നീതി ഈ പരീശന്മാർക്ക് എന്തായിട്ടാണ് വരുന്നത്? അതൊരു തടങ്കൽ പാറയും ഇടർച്ചക്കല്ലുമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനി ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാൻ മറന്നുപോയി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ നിങ്ങൾ മറന്നുപോകും. എന്നെ തന്നെ മറന്നുപോകും. അപ്പോൾ ഓർത്തിരിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ കേൾക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ റോമാലേഖനം 1 മുതൽ 9-10 വരെ നിങ്ങൾ ഒന്നും കൂടെ വായിക്കുവാണെങ്കിൽ, ഇപ്പം തന്നെ, അതായത് ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഒന്നും കൂടെ വായിക്കുവാണെങ്കിൽ, ഈ 7-ലൂടെ 8-ലൂടെ 5-ലൂടെ 6-ലൂടെ 4-ലൂടെ ഒക്കെ കടന്നു പോകുമ്പം, എബ്രഹാമിൻ്റെ ലൈഫ് ഇതെല്ലാം കടന്നു പോകുമ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ബൈബിളിലുണ്ട്. നിങ്ങളൊരു നോട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഈ നോട്ട് എഴുതുന്നത് നല്ലതാണെങ്കിലും പിന്നീട് നോട്ട് ആരും മറിച്ച് നോക്കാറില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ചില ആൾക്കാർക്ക് ബുക്കുകൾ ഡയറി മുഴുവൻ നോട്ടാണ്. പിന്നീട് അത് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കത്തില്ല. അതിനേക്കാളും നല്ലത് ഈ ബൈബിൾ തന്നെ നമുക്കൊരു നോട്ടായിട്ട് വന്നാൽ മതി. കാരണം ഞാനിപ്പം വായിച്ച വാക്യങ്ങളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയോ ചെയ്യുന്നത്. എബ്രായ ലേഖനം വായിച്ച ഓർക്കുന്നുണ്ടോ? 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ ഒറ്റ വായനയാണ്. 23 വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വായിക്കുന്നത് എല്ലാം. റോമാലേഖനം വായിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം ഒരു ആശയം എന്താണെന്ന് പറയണമെങ്കിൽ ആ ഏരിയ മുഴുവൻ വായിക്കണം. അതിനകത്തൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും വ്യാഖ്യാനിച്ചോ? ഒന്നും വ്യാഖ്യാനിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇതാണെന്നൊന്നും പറഞ്ഞില്ല. നീതി അന്വേഷിക്കാത്ത ജാതികൾ നീതി കണ്ടു. നീതി അന്വേഷിച്ച് ഇസ്രായേൽ അവിടെ എത്തിയില്ല. എന്തുകൊണ്ട് എത്തിയില്ല? അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് എത്തിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കർത്താവ് പറഞ്ഞ നീതിയിൽ നിങ്ങൾ പ്രവൃത്തി കൊണ്ടൊന്ന് അന്വേഷിച്ച് നോക്കി. പ്രവൃത്തി അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ വീടും സ്വത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ല. ഇടറിയോ? ഇപ്പം തന്നെ ഇടറിയില്ലേ? ഇടറിപ്പോയോ? നിങ്ങൾ മിണ്ടുന്നില്ല. മനസ്സിലായോ? കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയാൽ അത്, അപ്പം കണ്ണ് പൊട്ടിച്ച് കളയാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പം പ്രവൃത്തി കൊണ്ടൊന്ന് നോക്കിയേ, എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കില്ല. അപ്പോൾ ഈ പ്രവൃത്തി കൊണ്ട് അന്വേഷിച്ച് വന്ന് പ്രവൃത്തി കൊണ്ട് നമുക്ക് മറ്റു നീതികളൊക്കെ നടക്കും. ഏത് നീതിയാ? 10% കൊടുക്കാൻ പറ്റും. 100% കൊടുക്കണമെങ്കിൽ പ്രവൃത്തി കൊണ്ട് പാടാം. 10% കൊടുക്കാൻ എളുപ്പമാണ്. ശരിയല്ലേ? അപ്പം നമുക്ക് പറ്റിയ നീതി എന്തോ? പ്രവൃത്തിയായുള്ള നീതിയാണ്, പറ്റുന്ന നീതി. പക്ഷെ ദൈവത്തിന് അതുകൊണ്ട് തൃപ്തിയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന, ജഡത്തിന് പറ്റുന്ന നീതി കൊണ്ട് ദൈവത്തിന് തൃപ്തിയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വേറൊരു നീതി കൊണ്ടുവന്നു. പക്ഷെ ആ നീതി നമുക്ക് പ്രവൃത്തി കൊണ്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല. പ്രവൃത്തി കൊണ്ട് അപ്രോച്ച് ചെയ്യുന്നവരെല്ലാം ഇടറിപ്പോവുകയും, എന്നാൽ വിശ്വാസത്താൽ അപ്രോച്ച് ചെയ്യുന്നവർ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം നീതിയാണ് ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് പ്രവൃത്തിക്കായല്ല, വിശ്വാസത്തിനായിട്ടാണ് വെളിപ്പെട്ടത്. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ നീതിയെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. 9:30 മുതൽ വായിച്ച അധ്യായം തീർന്നല്ലോ. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് ഈ പ്രവൃത്തിയാൽ നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുകയും അത് പ്രവർത്തിക്കാത്തവരെ പാപികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പരീശന്മാരെ സംബന്ധിച്ച് കർത്താവിൻ്റെ ടീച്ചിങ് അവർക്കൊരു ഇടർച്ചക്കല്ലായി മാറി. അടുത്ത വാക്യം, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കുന്നവർ മാത്രമേ ലജ്ജിക്കാതെ അപ്പുറം ചൊല്ലുകയുള്ളൂ എന്ന് വരേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? ഈ പ്രവൃത്തിയാൽ അനുസരിക്കുന്നവരെല്ലാം ഇടറി വീഴാൻ വേണ്ടി ഒരു വലിയ തടങ്കൽപ്പാറ എടുത്തു വെച്ചു. വളരെ ലളിതമല്ലേ? സിമ്പിളാണ്. ഞാൻ ഒന്നും അഡീഷണൽ കൂട്ടിയില്ല, അർത്ഥം പോലും പറഞ്ഞില്ല. വായിച്ച് അതുപോലെ വായിച്ചോളൂ. അടുത്ത വാക്യം, ആര്? ഈ പ്രവൃത്തിയാൽ അന്വേഷിച്ച് ഇടറി വീണ് അവിടെ ഇവിടെയും കിടക്കുന്ന അവര് രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സഹോദരന്മാരെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഇടറി കിടക്കുകയാണ്. അവരെല്ലാം ഒന്ന് എഴുന്നേറ്റ്
രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത വാക്യം, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെന്ന്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പല ആൾക്കാരും വിശ്വാസത്തിൽ ഭയങ്കര എരിവുള്ളവരാണ്. ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, എരിവൊന്നും ദൈവം പറഞ്ഞ കൽപ്പനകളെക്കുറിച്ച് ആയിരിക്കില്ല. എരിവെല്ലാം മനുഷ്യനിർമ്മിതമായ കൽപ്പനകളെക്കുറിച്ച് ആയിരിക്കുള്ളൂ. നമുക്കൊരാൾ, ഇപ്പം ഞാനൊരു ഒരു ഭയങ്കര റെഡ് കളറൊക്കെയുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടർച്ച തോന്നും. കാരണം എന്താ, ഒരു വിശുദ്ധിയോടെ വേഷം ഇല്ലയെന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ലൈറ്റ് കളറായിട്ട് നിങ്ങളിന്ന് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് എരിവ് തോന്നാൻ കാരണം എന്താ, മാനുഷികമായ ഒരു കൽപ്പന ആയതുകൊണ്ടാണ് എരിവ്, ഭയങ്കര എരിവ് തോന്നുന്നത്. ഒരു ദിവസം ഞാൻ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നോടൊന്ന് പറഞ്ഞു, ഇനി മേലാൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരികയില്ല. അപ്പോൾ ഞാൻ എന്താ കാര്യം? പുള്ളി പറഞ്ഞു, നിങ്ങൾ വെള്ള ധരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പുള്ളി, ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെന്ന് ബൈബിളിലുണ്ട്. ഞാൻ പറഞ്ഞു, ജയിക്കുന്നവൻ കിരീടം വയ്ക്കുമെന്നും ബൈബിളിലുണ്ട്. പക്ഷെ നിങ്ങൾ അത് വെക്കാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, നിങ്ങളിങ്ങനെ മണ്ടത്തരം തർക്കുത്തരം പറയുകയാണ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതും സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ കറുത്ത പാൻറ് ഇട്ടിരിക്കുന്നതിനാന്ന് ചോദിച്ചു. കാരണം ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെങ്കിൽ ഫുൾ വെള്ള ധരിക്കണ്ടേ? അപ്പോൾ പകുതി വെള്ളയും ബാക്കി ബ്ലാക്കും ആയി കഴിഞ്ഞാൽ എത്ര പകുതി ജയിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഇതിൻ്റെ വില അറിയത്തില്ല, ഞങ്ങളൊക്കെ ഈ വെള്ള വസ്ത്രത്തിന് വേണ്ടി പോരാടി വില കൊടുത്തിട്ടുള്ളവരാണ്. ഞാൻ അന്നേരം പുള്ളി ചോദിക്കണം എന്ന് വിചാരിച്ചാണ്, ഈ ബോംബെ ഡാങ്ങിൻ്റെ വെള്ള വസ്ത്രത്തിന് എന്താ ഇത്ര വിലയെന്ന്. ഇത് അവർ വിചാരിക്കുന്ന എരിവാണ്. ആ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ജീവൻ കളയാൻ വരെ ഇവർ തയ്യാറാണ്. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞ പോലെ ഈ വെള്ളവസ്ത്രം എന്ന് വേണ്ടി പോരാടാൻ ഇവർ തയ്യാറാണ്. അതുപോലെ നിങ്ങൾ നോക്കുക, ഒരു കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ളൊരു കൊച്ചിന് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൻ ആശുപത്രി കൊണ്ടുപോയില്ല. ഞങ്ങളെല്ലാം പുള്ളിയെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പുള്ളി പറയാണ്, ഞാൻ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണ്, അതുകൊണ്ട് വിശ്വാസത്താലുള്ള ഹീലിംഗ് മാത്രമേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തോ? ഈ 12 വയസ്സുള്ള കൊച്ചിന് വിശ്വാസം ഇല്ലല്ലോ, അയാളുടെ ജീവിതം വിട്ട് കട്ടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അവസാനം പുള്ളി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ കൊച്ചുമായിട്ട് പോയി. എരിയോ, കട്ടി എരിയോ. അതുകൊണ്ട് പുള്ളിക്ക് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു, എൻ്റെ അടുത്തോടെ പോയിട്ട് ദേഷ്യത്തിൽ എന്നെ നോക്കിയിട്ടങ്ങ് പോയി. ആ എരിവ് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ ആശുപത്രി പോകരുതെന്ന് എഴുതിയിട്ടില്ല. അതായത് ബൈബിളിൽ കർത്താവ് പറയാത്തൊരു കൽപ്പന എടുത്തു കഴിഞ്ഞാൽ പിന്നെ എരിഞ്ഞങ്ങ് പുകയുക. പിന്നെ ബാക്കിയുള്ളവർ ഒന്നിനെയും കാണാൻ മേല. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇസ്രായേൽ മക്കളും മലയാളികളും മാത്രമുള്ളൂ ഇങ്ങനെ. നിങ്ങൾ ലോകത്തിൽ ഏത് സമൂഹത്തിൽ പോയി നോക്കിയാലും ഈ ദൈവം തരാത്ത നീതിയെ വെച്ച് എരിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം പോക്കെന്ന് പറയുന്ന ഒരേ ഒരു വർഗം ഇസ്രായേൽ മക്കൾ കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്ത് മലയാളികൾ. വേറെ നിങ്ങൾ ആന്ധ്രയിൽ പോയോ, കർണാടകയിൽ പോയോ, നോർത്ത് ഇന്ത്യയിൽ പോയോ, ആഫ്രിക്കയിൽ പോയോ, അമേരിക്കയിൽ പോയോ, വസ്ത്രധാരണം മാന്യമായിരിക്കണം എന്ന് എല്ലാവരും പറയും. പക്ഷെ എന്തായിരിക്കണം എന്ന് പറയൂല. താടി വെക്കണോ വെട്ടണോ, ഊശാന്താടി വേണോ, മീശ പിരിച്ചു വെക്കണോ, ആരും ഒന്നും പറയില്ല. അതൊന്നും അവരുടെ വിഷയമല്ല. പക്ഷെ നമുക്ക് എരിവ് കാരണം വെള്ളം എത്ര കുടിച്ചിട്ട് മാറാത്ത എരിവ് പിടിച്ചിരിക്കുന്നുണ്ട്. മലയാളിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മീശ പഠിക്കുന്നത് നല്ല കാര്യമാണ്, വെള്ളവസ്ത്രം ധരിക്കുന്നത് മോശമല്ല, ആഭരണം ഊരിനൊക്കെ നല്ല കാര്യമാണെങ്കിലും എരിവ് വന്ന കാരണം എന്താ പ്രശ്നം എന്നറിയോ? ഇതാണ് നീതിയെന്ന് ആൾക്കാരങ്ങ് വിശ്വസിച്ച് പോവുക. അപ്പോൾ ഇതാണ് നീതിയെന്ന് യഹൂദന്മാർ കരുതുമ്പം അവർക്ക് വേറൊരു നീതിയെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഇല്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ നോക്കാതെ, എനിക്ക് ആഭരണം ഇടാത്തത് തന്നെ ഇഷ്ടം കേട്ടോ, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് നീതിയായിട്ട് ആഘോഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? യഥാർത്ഥ നീതിയിലേക്ക് നോക്കാതെ ഈ വഴി കിടക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായി എരിഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും. നമുക്ക് സ്വയം വിചാരിക്കും നമ്മളെപ്പോലെ നീതിമാൻ ആരുള്ളൂ, ഇത്രയും കഷ്ടപ്പെട്ടത് ആരുള്ളൂ, ചുമ്മാ വെറുതെയുള്ള കാര്യത്തിനെ കഷ്ടപ്പെടുന്നു. സന്തോഷമായോ? ഇതാ യഹൂദന്മാരുടെ അതേ സ്വഭാവമാണ്. അവരും കാതലായ കാര്യങ്ങൾ വന്നപ്പം എടുത്ത് ദൂരോട്ട് കളഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചതുകുപ്പ് ജീരകം സകലതിലും പതാരം കൊടുക്കും, പക്ഷെ അതിലെ ഘനമേറിയ കാര്യങ്ങൾ എടുത്ത് ദൂരോട്ട് കളയും. അതുപോലെ നിങ്ങൾ ഒട്ടകങ്ങളെ വിഴുങ്ങിക്കളയും, കൊതുകുകളെ അരിച്ചെടുക്കും. ഈ സ്വഭാവമാണ് ഇന്ന് ആൾക്കാർ ആരും നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്.
പക്ഷെ പിന്നെ ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു അഭിമാനമുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നത്. മനസ്സിലായോ? ശരിയാണോ? അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ ഒരു വഴിയില്ല. 15 മിനിറ്റ് അവസാനം വല്ലതും കിട്ടുമോ നോക്കാം, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം വായിച്ചോ. ഇത് എന്ത് കൃത്യമായിട്ട് ബൈബിൾ എഴുതി, നമ്മുടെ സ്വഭാവം അതുപോലെ എഴുതി വെച്ചിരിക്കുന്നറിയോ? ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിക്കണ്ടോ? ആലോചിച്ച് നോക്ക്, ശരിയാണോ ഞാൻ പറഞ്ഞെന്ന്? സ്വന്തം നീതി അന്വേഷിക്കാൻ അറിയാതെ സ്ഥാപിക്കുക, ആ നീതി ഒന്ന് സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ മനുഷ്യൻ്റെ നീതിയുടെ പുറകെ നടക്കുകയാണ്. ആരെക്കുറിച്ച് അത് പറയുന്നത്? പറ, ഞങ്ങളെക്കുറിച്ചാന്ന് പറ. ആരെക്കുറിച്ചാ? അടുത്ത വാക്യം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അപ്പം ന്യായപ്രമാണം പൂർത്തിയാക്കിയത് ക്രിസ്തു മാത്രമാണ്. ആ നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. വേറെ ആർക്കും ന്യായപ്രമാണം പൂർത്തിയാക്കി എന്നുള്ളൊരു അവകാശം ഇല്ല. അടുത്ത വാക്യം. ഇത് ശ്രദ്ധിക്കണേ. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അതാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി. അത് ചെയ്യണം. കൊല ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണം. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതനുസരിക്കണം. അങ്ങനെയാണ് പഴയ നിയമത്തിൻ്റെ നീതി വരുന്നത്. മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങളെന്താ ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല ക്രിസ്തു ജീവിക്കുന്നോ? അപ്പം ഞാനല്ല ക്രിസ്തു ജീവിക്കുക, അതാണ് നിങ്ങൾ പറയുന്നത്? അതാ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം കേട്ടോ. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ പോയ ആളെ എന്താ നിങ്ങൾ ഇറക്കിക്കൊണ്ട് വരുമോ? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കർത്താവ് നമ്മുടെ പകരക്കാരനായിട്ട് ജീവിക്കുന്നു, അവനാണ് നമ്മുടെ നീതി, അവനാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇതേ ചോദ്യം. ക്രിസ്തു മരിച്ച് സ്വർഗത്തിൽ ഉയർത്തെഴുന്നിട്ട് പോയ ആളെ നിങ്ങളെന്താ വിളിച്ചിറക്കിക്കൊണ്ട് വരുമോ? അപ്പോൾ ചോദിച്ചു, അന്ന് കർത്താവ് അനുസരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം. ആ സ്വർഗത്തിൽ കയറുമെന്നോ? ക്രിസ്തു മരിച്ചു പുനരുത്ഥാനം പോലും ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് അവൻ അന്ന് ജീവിച്ചു കർത്താവ്, അതുപോലെ നിങ്ങൾ ഇന്ന് ജീവിക്കണമെങ്കിൽ ആ കർത്താവാണ് എൻ്റെ നീതി, ആ കർത്താവാണ് എന്നിൽ വസിക്കുന്നതെന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്താ പാതാളത്തിൽ പോയി ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് വന്നോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. വിശ്വാസത്തിൻ്റെ നീതിയെക്കുറിച്ച് അത് ഞാനല്ല ക്രിസ്തു അത്രയെന്ന് ഞാൻ പറയുമ്പം നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയരുത്, ഈ ക്രിസ്തുവിനെ ആരിറക്കിക്കൊണ്ടു വന്നു അല്ല ആര് കയറ്റിക്കൊണ്ടു വന്നു ചോദിക്കരുത്. അടുത്ത വാക്യം. പിന്നെ ഈ വിശ്വാസത്താലുള്ള നീതി എങ്ങനെയാണ് വരുന്നത്? അടുത്ത വാക്യം. എന്നാൽ ഈ വിശ്വാസത്താലുള്ള നീതി എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ നീതി എവിടെ ഇരിക്കുന്നത്? എവിടെയൊക്കെ ഇരിക്കുന്നത്? വായിലും ഹൃദയത്തിലും ഇരിക്കുന്നതെന്ന്. അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരണ്ട, പാതാളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരണ്ട. ഈ വിശ്വാസത്തിന്റെ നീതി എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ വായിൽ എന്തോ ഇരിക്കുന്നത്? എൻ്റെ വായിലിരിക്കുന്ന വായിലെന്തോ ഇരിക്കുന്നത്? എൻ്റെ ഒറിജിനൽ സ്വഭാവം നീ അറിഞ്ഞാൽ അപ്പം വായിലും ഹൃദയത്തിലൊക്കെ എന്താ ഇരിക്കുന്നത്? ഈ വിശ്വാസത്തിൻ്റെ നീതി വരുന്നത് വായിലും ഹൃദയത്തിലും ഒന്നാണ്. അടുത്ത വാക്യം. അപ്പം വായിലും ഹൃദയത്തിലും എന്താ ഉള്ളത്? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ എന്തെങ്കിലും വ്യാഖ്യാനിച്ചോ? ഈ വാക്യം ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കുകയോ ചെയ്യുന്നത്? അത് അർത്ഥം ഇത്തിരി ക്ലാരിഫൈ ചെയ്യുന്നതല്ലാതെ ഞാൻ വെളിയിൽ നിന്നൊരു വാക്യം എടുക്കുകയോ കഥയെടുക്കുകയോ ഒന്നും ചെയ്യാതെ പോകുന്നത്. ഈ പൗലോസ് എഴുതി അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഇതിനകത്ത് ചെയ്സോളജിയും കൂടെ ആഡ് ചെയ്ത് കുളമാക്കാതിരിക്കാൻ വേണ്ടി പൗലോസ് പറയുന്ന അതുപോലെയാണ് വായിക്കുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പൗലോസിനോട് ചോദിച്ചോണം. അടുത്ത വാക്യം. വായിലപ്പോൾ എന്താ ഇരിക്കുന്നത്? വായിലെന്തോ ഇരിക്കുന്നത്? യേശു കർത്താവാണ്. ഹൃദയത്തിൽ എന്തോ ഇരിക്കുന്നത്? പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന്. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്? അബ്രഹാമിന് കണക്കിട്ട നീതി നമുക്ക് വരുന്നത്, വിശ്വാസത്താലുള്ള നീതി എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ വായ് കൊണ്ടുള്ള കൺഫെഷനും അതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും. അടുത്ത വാക്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെടും. പല ആൾക്കാരും രക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ വാക്യം ഉപയോഗിക്കുന്നത്, ഒരാളെ ആദ്യമായിട്ട് രക്ഷയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ശരിക്കും ഇത് നീതീകരണത്തിനുള്ള വാക്യമാണ്. അതായത് ഒരു മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നൊരു വാക്യം ഇത്. അതായത് ഒരു പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നീതിയിലേക്ക് രക്ഷിക്കാൻ വേണ്ടിയുള്ള വാക്യമാണ്. അടുത്ത വാക്യം കേട്ടോ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി, പാപത്തിൽ നിന്നുള്ള വിടുതലിനായി. ഓക്കെ,
ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും എന്താണ് വിശ്വാസത്താലുള്ള നീതി? വിശ്വാസത്താലുള്ള നീതി ഈസ് എ കൺഫെഷൻ. ഓക്കെ, വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നൊരു കൺഫെഷനാണ്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ഓക്കെ, ആ ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് എൻ്റെ കർത്താവ്, അതായത് ഞാനല്ല, ജീസസ് ഈസ് മൈ ലോഡ്. ദാറ്റ് മീൻസ് ഹീ വിൽ ഡിസൈഡ് എവറിത്തിങ്. ഞാനൊരു ചെറിയ ഒരു ലൈഫ് എക്സാമ്പിൾ പറയാം, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് 1994 ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. അപ്പോൾ എന്നെ കർത്താവ് രക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇന്നലെ ആ സാക്ഷ്യം പറഞ്ഞായിരുന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഒരു കോടതിയിൽ മുമ്പിൽ പോയി ഞാൻ നിൽക്കുന്ന കഥയൊക്കെ പറഞ്ഞാൽ ആ 1994 സംഭവിച്ചാണ്. വെൻ ഐ വാസ് അറൗണ്ട് 19 years of age. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം എന്നെ രക്ഷയിലോട്ട് നയിച്ച ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു സ്റ്റുഡൻറ്റ് ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ യേശുവിനെ രക്ഷകനായി കൺഫസ് ചെയ്താൽ മാത്രം പോരാ, കർത്താവായിട്ടും കൂടെ ഏറ്റു പറയണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് വായ കൊണ്ട്. അത് പറയാൻ എന്താ എനിക്കിപ്പോൾ ഒരു പ്രയാസമില്ല, ഇപ്പോൾ വേണമെങ്കിലും പറയാം. അപ്പോൾ പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം 2 ഹൃദയത്തിൻ്റെ പടം വരച്ചിട്ട് അതിനകത്ത് ഓരോ കസേര ഇട്ടു. 2 ഹൃദയത്തിൽ ഓരോ കസേര. ആദ്യത്തെ കസേരയിൽ എസ് എന്നെഴുതി, കസേരയുടെ മുകളിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത്. 2ാമത്തെ കസേരയിൽ ഒരു ക്രൂശ് വരച്ചു വെച്ചു. ഓക്കെ, ആദ്യത്തെ കസേരയിൽ എസ് എന്നെഴുതി, ഓർമ്മയുണ്ടോ? ഒരു ഹൃദയത്തിൻ്റെ പടം, നടുക്കൊരു ചെയറിനകത്ത് എസ്. നമുക്ക് എത്ര ഓർമ്മയുണ്ടോ? വരച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. മറ്റേ സർക്കിളിനകത്ത് ഹൃദയത്തിനകത്ത് ഒരു ചെയറിൽ ക്രൈസ്റ്റ്. ആദ്യത്തെ ചെയറിൽ ഞാൻ സിംഹാസനത്തിലിരിക്കുന്നു, സെൽഫ്. ക്രിസ്തു ഹൃദയത്തിന് വെളിയിലിരിക്കുന്നു. ഓക്കെ, 2ാമത്തേനകത്ത് ക്രിസ്തു ചെയറിലിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ചെയറിന് താഴെ ഇരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ലൈഫ് ഇതിലേത് പിക്ചറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഞാനിത് 2ഉം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് 2ഉം അല്ല, 3ാമതൊരു പിക്ചർ ഞാൻ വരയ്ക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു ഹൃദയത്തിൻ്റെ പടം വരച്ചു, അതിനകത്തൊരു ചെയറിട്ടിട്ട് സിംഹാസനത്തിൽ ഞാൻ തന്നെ ഇരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്രിസ്തുവിനെ, ഹൃദയത്തിൻ്റെ പുറത്ത് കിടന്ന ക്രിസ്തുവിനെടുത്ത് അകത്ത് വെച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്തുവിനെ വേണം, പക്ഷെ ആരായിട്ട് വേണ്ട, ഡിസിഷൻ മേക്കിംഗ് പേഴ്സണായിട്ട് വേണ്ട. ഞാൻ ഡിസിഷൻസ് എടുക്കും. അപ്പോൾ ഇത് കർത്താവ് അംഗീകരിച്ച് തന്നുകൊണ്ടിരുന്നാൽ മതി. കാരണം ഐ നീഡ് ഹിം, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു കൺഫസ് ഹിം ആസ് മൈ ലോഡ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ 2 സർക്കിളിലും 3 സർക്കിളിലും വെച്ച് നീയാണ് ഏറ്റവും ദുഷ്ടൻ. അതിൻ്റെ കാരണം രാജാവിനെ അകത്ത് ക്ഷണിക്കുകയും കസേര കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന നീ. ഞാൻ ആലോചിക്കായിരുന്നു, അന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരാളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും കർത്താവ് എടുക്കുമെങ്കിൽ എൻ്റെ ലൈഫ് പോയി തീർന്നു. ഇനി ഐ ഹാവ് നോ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിത് പറ്റത്തില്ല, ദിസ് ഈസ് ടു മച്ച്. കാരണം അത്രയും മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടില്ല, അത്രയും കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടില്ല. കർത്താവ് എല്ലാ കാര്യവും തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് എന്നോട് ഇപ്പോൾ തന്നെ സുശേഷയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് പറയും? വീട്ടുകാരോട് പെർമിഷൻ ചോദിക്കാൻ പോലും ചിലപ്പോൾ കർത്താവ് സമ്മതിച്ചില്ലെന്ന് വരും. ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും? ഫോണില്ല വീട് വിളിച്ച് പറയാൻ. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് കർത്താവ് എന്ന് കൺഫസ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഞാൻ അന്നേരം അതിന് വീട്ടിലോട്ട് പോകുന്ന ഒരിക്കലും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം യേശുവിനെ കർത്താവായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇഫ് ഹി വിൽ ടേക്ക് ഓൾ ഡിസിഷൻസ് ഇൻ മൈ ലൈഫ്, ഞാൻ അങ്ങനെ അതങ്ങ് വിട്ടുകൊടുത്തപ്പോൾ ഞാനില്ല, മരണം, ഐ ഡൈഡ്. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ കർത്താവ് വിളിച്ചിട്ട് പോയി എന്ന് വിചാരിച്ചോണം, എന്നെ അന്വേഷിച്ച് നടക്കരുത്. അമ്മയെ തമാശയായിട്ട് എടുത്ത്. പക്ഷേ എനിക്ക് സമാധാനമായി. കാരണം പറഞ്ഞു, ഇനി കർത്താവ് വിളിച്ചാലും വിട്ടിട്ട് പോയേക്കാം. ഞാൻ എന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ തന്നെയാണ് എൻ്റെ കർത്താവ്, ഡിസൈഡ് വാട്ട് യു വാണ്ട് ഫ്രം മൈ ലൈഫ്. ഇങ്ങനെ കാറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡിസിഷനില്ല എവിടെ പോകണമെന്ന്. അത് അനുകൂലമായ പരിസ്ഥിതിയിലോട്ട് എൻ്റെ എക്സ്റ്റേണൽ സാഹചര്യം കൊണ്ട് അത് പോയിക്കൊണ്ടിരിക്കും. ഇത് കർത്താവ് നിയന്ത്രിക്കുന്ന, ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു കാറ്റ് പോലെ നമ്മുടെ ലൈഫ് മാറുക എന്ന് പറയുന്നത്, അതാണ് കർത്താവിന് നമ്മൾ കൊടുക്കുന്ന ലോർഡ്ഷിപ്പ്. ഹി ബിക്കംസ് അവർ ലോർഡ്. ഞാനൊരു ഈ കാര്യം പറഞ്ഞപ്പം എന്നോടൊരു ബ്രദറുകാരൻ ചോദിക്കുക, നിങ്ങളെന്താ ലോർഡ്ഷിപ്പ് സാൽവേഷൻ ആണ്? എനിക്ക് അതൊന്നും അറിയാൻ മേല. യേശു ക്രിസ്തു കർത്താവായിരിക്കണമെന്ന് മാത്രം അറിയത്തുള്ളൂ. ഇവർ ഇതിനെല്ലാം പേരിട്ട് വെച്ചിട്ടുണ്ട്.
ഈ പേരിട്ടാൽ തന്നെ പോക്ക്, ഇത് ആ തിയോളജി ഈ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ലോർഡ്ഷിപ്പ് സാൽവേഷൻ അങ്ങനൊരു സാധനമുണ്ടോ? അങ്ങനൊരു സാധനം ഇല്ല. ആരൊക്കെ രക്ഷിക്കപ്പെടുന്നോ അവരുടെ എല്ലാം ലോർഡ് തന്നെയാണ് കർത്താവ്. ശരിയാണോ? ആണോ? ഓക്കെ. അപ്പോൾ ഞാനിതൊരു എക്സാമ്പിൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യുന്നത് വെറുതെ ഒരു കസേരയിൽ ചാരി ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതിന്, വെറുതെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നവനാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇത് ദൈവം നമുക്ക് തരുന്നൊരു ബോധ്യമാണ്. ദ ബെസ്റ്റ് ലൈഫ് ഈസ് ക്രൈസ്റ്റ് ലൈഫ്. ഈ ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ 5 ദിവസം ഇവിടെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നത്തിങ് ഈസ് ഇൻ മൈ ഹാൻഡ്. ഞാൻ ഈ വചനം നിങ്ങളോട് പ്രഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നയാളാണ്. ബാക്കി പണി മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവാണ് ചെയ്യേണ്ടത്. ഈ വചനത്തിന്മേൽ ഒരു അടി പോലും ക്രിയ ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ പോലും ക്രിയ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തീരുമാനം എടുത്തൊരു ജലദോഷം പോലും മാറ്റാനുള്ള കഴിവില്ല. അപ്പോഴാണ് ഈ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം ബാധിക്കുന്ന പാപത്തെ തീരുമാനം എടുത്ത് മാറ്റുന്നത്. ഇത് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദൈവം നിവർത്തിക്കും. പേടിയാണ് തോന്നുന്നെങ്കിൽ ഇത്തിരി പാടായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാതെ ഇത് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കില്ല. അത് ഈ നീതീകരണം നമുക്ക് സംഭവിച്ചു കഴിയുമ്പം, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ക്രിസ്തു നമ്മുടെ കർത്താവുമായി മാറുമ്പോൾ, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ എന്നാണ് എഫേസ്യ ലേഖനത്തിലെ ഭാഷ. എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നും കൂടെ നമ്മൾ അറിയണം. നമ്മൾ സാധാരണ എല്ലാ കല്യാണങ്ങൾക്കും പ്രസംഗിക്കുന്ന ഒരു വാക്യമുണ്ട് എഫേസ്യ ലേഖനത്തിൽ. എഫേസ്യ ലേഖനം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതായിരിക്കും. ഏതാ? 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം എന്താ പറയുന്നത്? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഓക്കെ, മതി. ഇവിടെ എത്രയും ഭാര്യമാരിപ്പുണ്ടല്ലോ. കർത്താവിനെന്ന പോലെ സകലത്തിലും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരെന്ന് കൈപൊക്കി സ്തോത്രം പറഞ്ഞു. സകലത്തിലും ഒരു ഒബ്ജക്ഷൻ പോലും ഇല്ല. ഞാൻ ഒത്തിരി കൈകളൊന്നും കാണുന്നില്ല, ഒരു കൈ പോലും കാണില്ല. കൊച്ചല്ലാതെ ആരും കൈ പൊക്കിയിട്ടില്ല. അത് പാവം തലമുടി നേരെ ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യ പോലും കൈ പൊക്കിയിട്ടില്ല. ഇനി ഭർത്താക്കന്മാരുടെ അടുത്ത ചോദ്യം, 25-ാം വാക്യം. അവർ കൈ പൊക്കിയേനെ, പക്ഷെ ഭർത്താക്കന്മാർ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് പൊക്കാഞ്ഞതാണ് ചിന്തിക്കുന്നത്. ഓക്കെ, 25. ഭർത്താക്കന്മാരെ നിങ്ങൾ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അടുത്ത വാക്യം. വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി കർത്താവ് സഭയ്ക്ക് വേണ്ടി എങ്ങനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, അതുപോലെ ഒന്നിനും കൊള്ളാത്ത സഭയ്ക്ക് വേണ്ടി വിശുദ്ധനായ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി മരിക്കണം, അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. അങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവയ്ക്കുന്ന സ്തോത്രം പറഞ്ഞ്. ആരുമില്ല. ഇത് പുതുതായിട്ട് വരുന്നവരോട് പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ്. അവർ വിചാരിക്കും ഞങ്ങൾ ഇന്ന് കല്യാണം കഴിക്കുന്നതോടുകൂടി ഞങ്ങൾ ഭയങ്കര മാതൃകാ ജീവിതമായിരിക്കും ജീവിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പുതിയ നിയമത്തിൻ്റെ ഒരു കൽപ്പനയും നമുക്ക് പ്രവൃത്തി കൊണ്ട്, അത് കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം മാത്രമല്ല, പുതിയ നിയമത്തിൽ നമ്മൾ എവിടെ എന്ത് കൽപ്പന കണ്ടാലും അത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ്. ആ കൽപ്പനകളെല്ലാം ഒരു ഭർത്താവ് ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, ഒരു ഭാര്യ സഭയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതൊരു മർമ്മമാണ്. ഇതൊന്നും നമ്മുടെ മാനുഷികമായ കഴിവുകൾ കൊണ്ട് അനുസരിക്കാൻ പറ്റുന്ന കൽപ്പനകളല്ല. ആശ്വാസമായോ? സന്തോഷമായോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? മക്കളെ എങ്ങനെ വളർത്തുന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കേട്ടാൽ ഇന്ന് മക്കൾ വളരെ പ്രശ്നം ഉണ്ടാക്കും. അതും കൂടെ പറഞ്ഞേക്കാം അല്ലേ? പറയണോ? പഴയ നിയമത്തിൽ മുഴുവൻ പറഞ്ഞേക്കുന്നത് അടിച്ച് പൊട്ടിക്കാനാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഉണ്ടല്ലോ, അടിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദേഷ്യം പിടിപ്പിക്കരുത്. വായിച്ചിട്ടുണ്ടോ? പ്രകോപിപ്പിക്കരുത്, അവരുടെ ധൈര്യം ചോർന്നു പോകുന്നു.
ഇവിടെ ആധുനിക സമൂഹത്തിൽ സൈക്കോളജിസ്റ്റുകളെല്ലാം പിള്ളേരെ തല്ലരുതെന്ന് പറയുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പിള്ളേരെ ഭയപ്പെടുത്തരുത്, പ്രകോപിപ്പിക്കരുത്, അവരെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. നിങ്ങൾ എന്തിനാ പിള്ളേരെ തല്ലുന്നേ? നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി, അവരെ നന്നാവാൻ വേണ്ടിയൊന്നുമല്ല. ദേഷ്യം സഹിക്കാൻ മേലാതെ പൊട്ടിക്കുന്ന പിള്ളേർ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പോൾ പിള്ളേർക്ക് പതുക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഓക്കെ, ഗെറ്റിംഗ് ആംഗ്രി ഈസ് ഓക്കെ, ഗെറ്റിംഗ് വയലൻറ്റ് ഈസ് ഓക്കെ. ദാറ്റ്സ് എ ഗുഡ് റെസ്പോൺസ്. അങ്ങനെ വേണം. അപ്പൻ ഇന്ന് അമ്മയെ എടുത്തിട്ട് ഇടിച്ചാൽ ഞാൻ കണ്ടു. അങ്ങനെ വേണം. ആണുങ്ങൾക്ക് ഗട്ട്സ് വേണം. ഇവരെല്ലാം അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം. ഇപ്പം ഞാൻ വടിയെടുത്ത് എൻ്റെ മകനെ തല്ലുമ്പം അവൻ എന്നെപ്പോലെ ആകാത്ത എന്താടാന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? പഴയ നിയമത്തിൽ അത് മതിയായിരുന്നു. പഴയ നിയമത്തിൽ ഞാൻ അനുസരിക്കുന്നു, പിള്ളേരെ അനുസരിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ ഒന്നും അനുസരിക്കുന്നില്ല. അപ്പം പിള്ളേരെ എന്തു പറഞ്ഞുകൊണ്ട് തല്ലും? എനിക്കിതൊരു ഭയങ്കര ക്രൈസിസ് ആയിരുന്നു. ഞാൻ എങ്ങനെ നോക്കിയാലും എൻ്റെ മകനെ തല്ലാൻ വടിയെടുക്കുമ്പം എന്നോട് കർത്താവ് പറയാം, അവൻ നിന്നേക്കാൾ എത്രയോ ഭേദമാണ്. കാരണം എനിക്ക് അവനെ തല്ലാൻ വടിയെടുക്കുമ്പോൾ അവനേക്കാളും 10 മടങ്ങ് ഈവിൽ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പിന്നെ എങ്ങനെ തല്ലും? എനിക്ക് വലിയ ക്രൈസിസ് ആയിരുന്നത്. നമുക്കൊരു പാപബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ പോലും തല്ലാൻ പറ്റത്തില്ല. അവസാനം അവനോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് തല്ലാമോ എന്ന്. കാരണം പറഞ്ഞാൽ അവൻ ആന്ധ്രയിൽ നിന്ന് വന്ന സമയത്ത് അവൻ ഇത്തിരി ചീത്ത വാക്കൊക്കെ മലയാളത്തിൽ ആരുടെ പിള്ളേർ പറയുന്നതായിട്ട് വീട്ടിൽ പറയുന്നുണ്ട്. കാരണം അവൻ ഈ ഭാഷയുടെ അർത്ഥമൊന്നും അറിയത്തില്ല. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഇത് 2-3 പ്രാവശ്യം ഓർപ്പിച്ചപ്പോൾ അവനോട് പറഞ്ഞു, എനിക്കിത് മറന്നു പോകും, പിന്നെയും വായിൽ വരുമോ, അതുകൊണ്ട് ഒന്ന് 2 തല്ലിയാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ. കാരണം തല്ലാൻ വടിയെടുക്കുമ്പം എൻ്റെ ചോദ്യം, അവരെന്നേക്കാളും ഭേദം. അപ്പം ഞാൻ അനുസരിച്ചിട്ടില്ല, ഞാൻ തന്നെ ഒരു പാപി. അവസാനം ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു പറഞ്ഞു, ഈ വീട്ടിൽ ഭയപ്പെടാനും അനുസരിക്കാനും കൊള്ളാവുന്നതായി ദൈവം മാത്രമേ ഉള്ളൂ. എന്നെ നീ അനുസരിക്കുകയോ എന്നെപ്പോലെ ആവുകയോ ചെയ്താൽ നീ നന്നാവില്ല. ബിക്കോസ് ഐ ആം നോട്ട് ഗുഡ്. നീ കർത്താവിനെ പോലെ ആകാൻ നോക്കിയാൽ മാത്രമേ നീ വിശുദ്ധനാവുകയുള്ളൂ. അവനോട് ഞാൻ എപ്പോഴും എല്ലാ പിള്ളേരും പറയാറുണ്ട്, എൻ്റെ തെറ്റ് കണ്ടാൽ നീ തിരുത്തണം, നീ ചോദിക്കണം. ബൈബിളിൽ ഇങ്ങനെ അല്ലല്ലോ. ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ whom you shall fear, and that's not me. പുതിയ നിയമത്തിലെ പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ഇൻസ്ട്രക്ട് ദം ഇൻ ദ സൗണ്ട് ഡോക്ട്രിൻ എന്നാണ്. അതായത് ഈ ഉപദേശ രൂപം അവരിലേക്ക് എത്തിക്കുക എന്നാണ്. അതായത് നീ അത് ചെയ്ത് എന്താടാ, ഇത് ചെയ്ത് എന്താടാന്ന് ചോദിക്കല്ല. ഇത് ഗെറ്റ് ഇൻ ടു ദെയർ ഹാർട്ട് ദ സൗണ്ട് ഡോക്ട്രിൻ. അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ക്രൈസിസിൽ ഇരുന്ന സമയത്ത് എൻ്റെ മകൻ എനിക്കൊരു മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ആങ്സൈറ്റി. അപ്പം മെസ്സേജ് ഇങ്ങനെയാണ്: യുദ്ധം ചെയ്ത് ജയിച്ച് ഒരിക്കലും നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നീതിമാന് വിശ്വാസത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അവനൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെ ജയിച്ചല്ല ജീവിക്കുന്നത്, വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. ഞാനോട് പറഞ്ഞു, എൻ്റെ സാഹചര്യം വെച്ച് ഇത് നീ വളരെ ക്രൂരമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്, ഇത്തിരി മയമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, ക്രൂരമായി തന്നെ അതിനെ നേരിട്ടാലേ പറ്റുള്ളൂ. മെസ്സേജോടെ കിടപ്പുണ്ട്. അത് നമ്മളെ തകർക്കുകയുള്ളൂ. അപ്പോൾ ഇവർക്ക്, ഈ പിള്ളേർക്ക് എന്നെ ഉപദേശിക്കാം, നിങ്ങൾക്ക് ആർക്ക് വേണ്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ല മനുഷ്യനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടാണ്. ഒൺലി മെറിറ്റ് ഈസ് ഗോഡ് ജസ്റ്റിഫൈഡ് മീ. ഒൺലി മെറിറ്റ് ഈസ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ. അതർ ദാൻ ദാറ്റ് ദർ ഈസ് നോ മെറിറ്റ്. ഇത് പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, വി കനോട്ട് അപ്രോച്ച് ഇറ്റ് ആസ് ആൻ ഓൾഡ് ടെസ്റ്റാമെന്റ് റൈച്ചസ്നെസ് ഓഫ് ഡു ആൻഡ് ഡോണ്ട്. അത് ക്രിസ്തു നമ്മിൽ വസിക്കുന്ന, ഹീ ഹിംസെൽഫ് ഈസ് അവർ റൈച്ചസ്നെസ്. അപ്പോൾ പിന്നെ പിള്ളേരെ തല്ലാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ലാം. ആശ്വാസമില്ലേ കുറച്ച്? എങ്ങനെയാണെന്നറിയോ, തല്ലുന്നതിനൊരു പോയിന്റ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ നിങ്ങൾ തല്ലരുത്. ബിക്കോസ് ദറ്റ് ആങ്കർ ഈസ് വാട്ട്സ് കമ്മ്യൂണിക്കേറ്റഡ്, നോട്ട് ലവ്. ദേഷ്യം അടങ്ങാൻ വേണ്ടി നോക്കിയിരിക്കണം. എന്തിനാ തല്ലുന്നുള്ളത് നമുക്ക് തല്ലാനുള്ള മോറൽ റൈറ്റ് ഉള്ളത് കൊണ്ടല്ല, അവർ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. വി നീഡ് ടു പ്രിവെൻറ്റ് ദം ഫ്രം ഫാളിങ് ഇൻ ടു ഡേഞ്ചേഴ്സ്. അതുകൊണ്ട് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ ദേഷ്യത്തിൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ദേഷ്യത്തിൽ അത് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടർ വഷളായിക്കൊണ്ടിരിക്കുകയാണ്.
അത് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി നീഡ് ടു വെയിറ്റ് അണ്ടിൽ ദാറ്റ് ആങ്കർ സബ്സൈഡ്സ് ആൻഡ് പ്രേ ടുഗദർ. ഓർ ഇഫ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, കർത്താവുമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഹൃദയത്തിൽ എങ്കിലും ഓപ്പൺ ചെയ്യണം. കർത്താവെ, ഞാൻ അവനെ തല്ലാൻ പോകണം, ഇന്നതിൻ്റെതാണ് കാരണം, എൻ്റെ ദേഷ്യം ഇതിനകത്തില്ല, അവൻ നന്നാവാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ കസിൻ നടത്തുന്ന ഒരു പാരൽ കോളേജ്, എന്നാൽ പാരൽ കോളേജുകൾ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്തായാലും നീ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, എന്താ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുവാണല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് രാവിലെ 2 മണിക്കൂർ ഞങ്ങളുടെ സ്കൂളിലൊന്നൊന്ന് അല്ല പാരൽ കോളേജിലൊന്ന് പഠിപ്പിക്കണം. 10ാം ക്ലാസ് തോറ്റ പിള്ളേരാണ്, പ്രീ ഡിഗ്രി പിള്ളേരൊക്കെ ഉണ്ട്, അന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ നേരെ പാരൽ കോളേജിലോട്ട് ചെന്നു. അപ്പോൾ ഞാൻ ഈ CMS കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയുകൊണ്ട് ഈ വടി തല്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാകൃതമായ കാര്യമെന്നാണ്. CMS കോളേജിലൊക്കെ പിള്ളേർ ടീച്ചർമാരെയാണ് തല്ലുന്നത്. അപ്പം നേരെ തിരിച്ചുള്ളൊരു കൾച്ചറാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് ചെന്ന് പ്രിൻസിപ്പൾ ഇങ്ങനെ ചൂരൽ വടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക പല ബണ്ടിലായിട്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു, സാർ 1 മാസത്തേക്കുള്ളതാണ് ഈ ബണ്ടിൽ, ആ ക്ലാസ്സിൽ ഇത് തീർത്തിട്ട് വേണം അടുത്ത ബണ്ടിൽ എടുക്കാൻ. അപ്പോൾ ഇത് ജൂലൈ മാസത്തെ, ഇത് ഓഗസ്റ്റ് മാസത്തെ, ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ വടിയൊന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു, സാറ് വന്ന് എന്നോട് വടി ചോദിക്കും, ഇനി ചോദിച്ചാലേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി വടിയെല്ലാം എടുത്ത് കൂട്ടി വെച്ചു. ആദ്യ ദിവസം ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്, എന്നേക്കാൾ പ്രായമുള്ള, ഞാൻ പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത, പുസ്തകം കാണുമ്പോഴേ ഓക്കാനം വരുന്ന കുറേ പിള്ളേർ, ഇവരെ എന്ത് ചെയ്യും? ഞാൻ അവസാനം സാറിന് പറഞ്ഞു, വടി തരാമോ ചോദിച്ചു. ഊടുപാട് അടിക്കാൻ തുടങ്ങി. അടിയെന്ന് പറഞ്ഞാൽ അടിയുടെ പെരുന്നാളാണ്. ഒരു ദിവസം ഞാൻ ഒരുത്തനായിട്ട് അടിക്കാൻ വേണ്ടി, ഭയങ്കര വികൃതി, ഭയങ്കര ശല്യക്കാരന്. കൈ നീട്ടടാ, കൈ നീട്ടി. ഞാൻ സ്നാനപ്പെട്ട 1 മാസമായുള്ളൂ. അടി പൂരം. കൈ ഇങ്ങനെ വീശി അടിക്കാൻ ഇങ്ങനെ ആകാശത്തിലോട്ട് കൈ വന്നപ്പോഴേക്കും കർത്താവിനോട് ചോദിച്ചു, നീ അവനെ നന്നാവാൻ വേണ്ടി തല്ലുന്നതാണോ, നിൻ്റെ ദേഷ്യം തീർക്കുന്നതാണോ? ഒരു നിമിഷം ഞാൻ ജീവൻ നന്നായില്ലെങ്കിൽ എനിക്കെന്നെ. അപ്പം ഞാൻ തല്ലുന്നവൻ നന്നാ, അവനോട്ടൊരു പരിചയമില്ല. ഒന്നാമത് അവനോട് ദേഷ്യമാണ് താനും. അപ്പോൾ അവനെ എനിക്ക് ദേഷ്യമുള്ള ഒരുത്തനെ ഞാൻ തല്ലിയിട്ട് എന്നാ കാര്യം? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ദേഷ്യം കൊണ്ട് തല്ലുന്നതാണ്. ഞാൻ ആ വടി ഇങ്ങനെ അടിക്കാനെടുത്ത വടി ഇങ്ങനെ മാറ്റി പോക്കറ്റ് പുറകെ വെച്ചു. എന്നിട്ട് അവനോട് ഞാൻ ചോദിച്ചു, എടാ, ഞാൻ നിന്നെ തല്ലാൻ പോവാണ്, ഈ ഒരൊറ്റ തല്ലുകൊണ്ട് നീ നന്നായിക്കോളാമോ എന്ന് ചോദിച്ചു. അത് ദേഷ്യമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലെ കർത്താവ് ഒരു സമാധാനത്തെ അയച്ചു. അവൻ പറഞ്ഞു, നന്നായിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വളരെ പതുക്കെ അവനെ അടിച്ചുള്ളൂ, പക്ഷെ അവൻ അതോടുകൂടി നന്നായി. അവൻ ഡിസിപ്ലിനുള്ളൊരു പയ്യനായിട്ട് വരും. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ലവ്, ദ ഹോൾ ഇക്വേഷൻ ചേഞ്ചസ്. ഈ പഴയ നിയമം അപ്രോച്ച് ചെയ്യുന്ന പോലെ ശിക്ഷണത്തിലൂടെയും ശിക്ഷയിലൂടെയും അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം കൈകാര്യം. ഓക്കെ, എനിവേ, ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. പേരൻറ്റിങ് ആയാലും ഭാര്യാഭർത്തൃ ബന്ധമായാലും സഭയിലെ ലൈഫായാലും ഇതൊന്നും കർത്താവ് നമ്മിൽ വസിക്കാതെ ഈ ദേഷ്യം അടക്കാനോ നിയന്ത്രിക്കാനോ ക്രിസ്തുവിൻ്റെ ലവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഇതെങ്ങനെയാണ് സാധിക്കുന്നതിനുള്ളൊരു ഫോർമുല എഫേസ്യ ലേഖനത്തിലുണ്ട്. ഈ ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനിയുള്ള അരമണിക്കൂർ ഉപയോഗിക്കുന്നത്. അതായത് എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഒരു പ്രയോഗമാണ്, ക്രിസ്തുവിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ പേഴ്സ് എടുത്തിട്ട് പേഴ്സിനകത്തൊരു കാർഡ് വെച്ചിട്ട് ഈ പേഴ്സ് പോകുന്നിടത്തെല്ലാം ഞാൻ പോകും, അതുപോലെ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, അല്ലേ? അത് എഫേസ്യർ 1:4 ഇനി എഫേസ്യർ 1 മുതൽ 12 വരെ നിങ്ങൾ വായിച്ചാൽ അനേകം പ്രാവശ്യം അവിടെ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പതുക്കെ ഒന്ന് വായിച്ച് നോക്കാം, പെട്ടെന്ന് പതുക്കെ വായിച്ച് നോക്കാം, പെട്ടെന്ന് വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായി. അപ്പോൾ ഒരു ഇൻ കണ്ടു അല്ലേ, ഇൻ ക്രൈസ്റ്റ്. അടുത്തത് ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് ക്രിസ്തുവിൽ, രണ്ടാമതായി അല്ലേ, രണ്ടായി. അവനിൽ, കണ്ടോ, ക്രിസ്തുവിൽ. അപ്പൊ എത്രയായി? 3. അടുത്തത് പ്രിയനായവനിൽ, കണ്ടോ, ഇൽ പിന്നെ വന്നല്ലേ. അപ്പം എത്രയായി? 4. വായിച്ചു.
ഓക്കെ, അവനിൽ നമുക്ക് കണ്ടോ, അപ്പൊ എത്രയായി? 5 അല്ലേ? അവനിൽ നമുക്ക് ആ അവനിൽ അപ്പൊ എത്രയായി? 6. ക്രിസ്തുവിൽ എത്രയായി? 7. എത്രയായി? 8. ക്രിസ്തുവിൽ അപ്പൊ എത്രയായി? 9. 10. എത്രയായി? 11. അടുത്ത് ഇത്രേ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയതെന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് കുറേ അനുഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിലെ ആത്മിക അനുഗ്രഹങ്ങളുടെ ലിസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ഇത് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഞങ്ങൾക്ക് 4 പിള്ളേരുള്ളത്. 3 പേര് അഡോപ്റ്റഡ് പിള്ളേരാണ്, ഒരാളാണ് സ്വന്തം മകൻ, ബയോളജിക്കൽ സൺ. അപ്പോൾ ഒരു ദിവസം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞു നടന്നാൽ നിനക്ക് ഞാൻ തരുന്നുമില്ല. ഞാൻ എൻ്റെ സ്വത്ത് എൻ്റെ 2 കൊച്ചുമക്കൾക്ക് എഴുതി വയ്ക്കാൻ പോവാണ്. ഈ 2 കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ മകനും ഒന്ന് എൻ്റെ അനിയൻ്റെ മകനുമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പം ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്, പക്ഷേ എൻ്റെ അപ്പൻ ഒരാളെ മാത്രമേ അവകാശിയായിട്ട് കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഈ എൻ്റെ മകൻ ഉണ്ടല്ലോ, എവിടെ നിന്ന് വന്നതാ? ഈ അപ്പനിൽ നിന്ന് തന്നെ വന്നതാ. എൻ്റെ അപ്പൻ്റെ ഉള്ളിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിന് വെളിയിൽ നിന്ന് അല്ലേ? അങ്ങനെയല്ലേ? കാരണം മൽക്കീസദേക്കിനെ എബ്രഹാം വണങ്ങുമ്പം അവൻ്റെ ഉള്ളിലിരുന്ന് ലേവിയും വണങ്ങി വന്നു. അപ്പോൾ ലേവി എവിടെ ഉണ്ടായിരുന്നു അന്നേരം? അപ്പോൾ ആദം പാപം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എവിടെ ഉണ്ടായിരുന്നു? ആദമിനുണ്ടായിരുന്നു. അപ്പോൾ ആദമിന് വെളിയിലുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഏലിയൻസ്, ചൊവ്വയിൽ നിന്ന് വന്നവർ, അങ്ങനെ ആരും ഇല്ലല്ലോ. ഇല്ല, എല്ലാവരും ആദമിൻ്റെ സന്തതികൾ തന്നെയാണ്. അപ്പോൾ ആദമിലുണ്ടായിരുന്നു. അപ്പോൾ അംബാനിയുടെ ഒരു മകൻ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ, അംബാനിയിൽ ഒരിക്കലും ഉണ്ടായിരുന്നവൻ അവൻ അവകാശിയായില്ലേ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഉടനെ? ശരിയാണോ? അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്തോ? ഈ ക്രിസ്തുവിനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുള്ളതാണ്. എന്തൊക്കെയത്? ഇവരെഴുതിയിരിക്കുന്ന ലിസ്റ്റ് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോയി. എനിക്കതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആത്മാവെന്ന അച്ചാരം ലഭിക്കുന്നതും ദത്തെടുക്കുന്നതും ഓക്കെ. പിന്നെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിൽ ദൈവത്തിൻ്റെ മുന്നറിവിൽ നമ്മെ തിരഞ്ഞെടുക്കുന്നതും നമ്മളെ വിശുദ്ധീകരിക്കുന്നതും എല്ലാം ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ അവകാശങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. ഈ വാക്യം 7-ാം വാക്യം മാത്രം നമുക്കൊന്ന് എടുത്തു പറയാം, കാരണം ഒരു എക്സാമ്പിളായിട്ട്. അതായത് അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഈ വീണ്ടെടുപ്പിനെ അവൻ എങ്ങനെ തന്നിരിക്കുന്നു? അടുത്ത വാക്യം, അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പോൾ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? സകല ജ്ഞാനവും വിവേകവുമായി. ഇതൊരു അവകാശമാണ്, നമുക്ക് ലഭിക്കുന്നൊരു ധനമാണ്. ഇത് പറയാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾ നിങ്ങൾ പലപ്പോഴും ചിലപ്പം യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ ഈ എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ, വേറെ ഒന്നും എക്സാമ്പിൾ വരുന്നില്ല. എന്നുള്ളൊന്നുകൂടെ പറഞ്ഞേക്കാം അല്ലേ. ഒരു ദിവസം ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് കോട്ടയത്തു നിന്ന് ഒരു വാകത്താനം വഴി വരുന്ന സമയത്ത് ഞാലിയാകുഴി എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്, നിങ്ങൾക്കറിയാം അത്? അവിടെ നല്ല ട്രാഫിക്, ചില സമയത്ത് നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പം ട്രാഫിക് പോലീസുകാരൻ വഴി നിന്ന് തടഞ്ഞു. അപ്പം ഞാൻ കാർ അവിടെ നിർത്തി. അപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാക്കി ഇരിക്കുന്ന ആൾ വണ്ടി ബ്രേക്ക് ഔട്ടുമ്പം ഒരു റൗണ്ട് കറങ്ങി ഫ്രണ്ടിൽ റോഡിൽ വന്ന് വീഴണം. അതിനാണ് നമ്മൾ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സൂപ്പർ ബൈക്ക് വന്ന് ഭയങ്കര സ്പീഡിൽ വന്ന്
വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന എൻ്റെ വണ്ടിയുടെ പുറകിലത്തെ ബമ്പറിൽ ഒരു ഒറ്റ ഇടിച്ചു. ഞാൻ വിൻഡോയിലൂടെ നോക്കി, മിററിലൂടെ നോക്കി കഴിഞ്ഞപ്പോൾ 2 ബമ്പറും ഇങ്ങനെ വെള്ളിലോട്ട് ബൾജായിട്ടിരിക്കും. അപ്പോൾ ഒരു 7,000-8,000 രൂപ പോക്കാണ്. എൻ്റെ ആകെ 500 രൂപ പോലും ഇല്ല. കഷ്ടിച്ച് പെട്രോൾ അടിച്ച് പോകുന്നതാണ്. എനിക്ക് വിഷമം തോന്നി. അപ്പോഴേക്ക് ഈ മനുഷ്യൻ എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി. അപ്പോൾ ഞാൻ വിൻഡോ താഴ്ത്തിയിട്ട്, അവനും പോകാൻ പറ്റില്ല, ഈ ട്രാഫിക് ബ്ലോക്കായാണ്. അവൻ ചോദിച്ചാൽ എന്ത് പറ്റിയാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ബ്രേക്ക് കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2-3 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ അത് അതിക്രമമാണ്, കാരണം ഞാൻ ശരിക്കും ചെയ്യുന്ന ഭയങ്കര പാപമാണ്, ഞാനത് അറിയുന്നില്ല നേരം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ഈ പൊട്ട വണ്ടിയേക്കാളും വിലയുള്ളവനാണ് ആ ബൈക്കിന് മുകളിൽ ഇരിക്കുന്നത്. കാരണം അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, ഈ വണ്ടിക്ക് വേണ്ടിയല്ല. ഇതൊരു ഷോക്ക് പോലെ എൻ്റെ ഉള്ളിലേക്ക് വന്ന. കാരണം എനിക്ക് ആ 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ വണ്ടി പോകുന്നതിനേക്കാളും ദൈവത്തിന് വിഷമം ഉണ്ടാകുന്നത് ആ മകനോട് ഞാൻ എങ്ങനെ പെരുമാറുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അതിക്രമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് ആ സമയത്ത് ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്നാ ചെയ്യുന്നത്? സകല ജ്ഞാനവും വിവേകവുമായൊരു വീണ്ടെടുപ്പ് എനിക്ക് തരുക. അപ്പോൾ ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. കാരണം ഓൾറെഡി ഒരു തമാശ പോലൊരു കാര്യമാണല്ലോ പറഞ്ഞത്. ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിങ്ങനെ ഒന്ന് കൈ വീശി കാണിച്ചു. അവനൊന്ന് ചിരിച്ച് താങ്ക് യു സോറി എന്ന് പറഞ്ഞിട്ട് പോകും. പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയില്ല, പോയി. എന്നാലും എനിക്ക് വിൻഡോയിലൂടെ നോക്കുമ്പോൾ വിഷമമുണ്ട്, 2 സൈഡിലും ബൾജായി. പക്ഷേ എന്നാ ചെയ്യാനാ? കർത്താവിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അവനാണ് ഭേദം എന്നേക്കാൾ, അവൻ്റെ വില. ഇതാണ് ദൈവം നമുക്ക് തരുന്നൊരു പരിജ്ഞാനം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സകല സമ്പത്തിനേക്കാളും വിലയുണ്ട് നിങ്ങളൊരു ദിവസം ഒരാളോട് സംസാരിക്കുന്ന, വഴി നിൽക്കുന്ന അറബിക്ക്, അല്ലെങ്കിൽ വഴി നിൽക്കുന്ന ഒരു എത്യോപ്യൻ. നിങ്ങളുടെ സകല സമ്പത്തിനേക്കാളും വിലയുണ്ട് എന്ന് ഹൃദയത്തിൽ വരണമെങ്കിൽ അത് കർത്താവ് ആ സമയത്ത് തരുന്ന പരിജ്ഞാനം കൊണ്ട് മാത്രമേ എനിക്ക് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഈ മനുഷ്യൻ ഭയങ്കര പരിജ്ഞാനത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് വിചാരിക്കല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അത് തക്ക സമയത്ത് ദൈവം കൃപ തരുന്നതുകൊണ്ടാണ്. കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ കാറുമായിട്ട് വേറൊരു വഴിയെ പോകുമായിരുന്നു. അത് T ജംഗ്ഷനിലൂടെ ഞാൻ Tയുടെ തലയിൽ കൂടെ പോകുമ്പം വാലിലൂടെ ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നു. മനസ്സിലാകുന്നില്ലേ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ Tയിലൂടെ ഞാൻ പോകുന്നു, വാലിലൂടെ വരുന്ന ഓട്ടോ ഞാൻ കടന്നു പോയ ശേഷം ഈ ഓട്ടോ വളച്ചു കൊണ്ടുവന്ന് എന്നെ കാർ ഒരസി കൊണ്ടുവന്നങ്ങ് പോകുന്നു. അപ്പോൾ പ്രതി ഞാനല്ല, ഞാൻ കടന്നു പോയ ശേഷമാണ് ഇയാൾ വന്നിരിക്കുന്നത്, ബാക്കിലാണ്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി. പഴയ അതേ ചോദ്യം ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം ഈ പുള്ളി പറഞ്ഞു, സാറേ സ്റ്റിയറിങ് തിരിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റിയറിങ് കിട്ടിയില്ലെന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം സ്റ്റിയറിങ് തിരിച്ചിട്ടാണ് കിട്ടാൻ. ഞാൻ ഗ്രാമർ കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആട്ടെ, കാരണം നമുക്ക് സ്നേഹമൊന്നും ഇല്ലെങ്കിലും അഭിനയിക്കണമല്ലോ കർത്താവിൻ്റെ ആളാണ്. ഓക്കെ. ഞാൻ അന്നേരം ഉടനെ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ആ ഓട്ടോയുടെ പുറകിരുന്നവൻ പറയുക, തനിക്കൊക്കെ കാറ് മര്യാദയ്ക്ക് റൂട്ടിൽ കൂടെ ഓടിച്ചിട്ട് പോയി. ഇത് കേട്ടതോടെ എൻ്റെ പരിജ്ഞാനമൊക്കെ പോയി. ഞാൻ നേരെ ആ മനുഷ്യൻ്റെ നേരെ എന്നിട്ട് എന്തോ പറയാൻ തുടങ്ങുമായിരുന്നു. എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ത് പറ. അന്നേരം ഓട്ടോ ഡ്രൈവർ ഇടാൻ മിണ്ടാതിരിടാ, നമ്മുടെ കയ്യിലെ തെറ്റാന്ന് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞുകൊണ്ട് ഞാൻ സമാധാനത്തിൽ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ഇരുന്നു, ഓട്ടോക്കാരൻ പോയി. ഞാനിവിടെ ആലോചിച്ചു, എൻ്റെ കർത്താവെ, അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക്, എന്തൊരു നഷ്ടം. ഇത്രയേ ഉള്ളൂ നമ്മൾ. എന്നിട്ടാണ് നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുന്നത്. ആ മനുഷ്യനെ നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, ഒന്ന് പോയി സാരമില്ല പോട്ടെ എന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ, കർത്താവിനെ അയാൾ കണ്ടേനെ. അല്ലെ, ഒരു സ്നേഹമെങ്കിലും കണ്ടേനെ, കർത്താവിനെ കണ്ടില്ലെങ്കിലും. പക്ഷെ ഞാൻ ആ സമയത്ത് നന്നായിട്ടില്ല എന്ന് നമുക്ക് ഏത് സമയത്തും ഇങ്ങനെ തെറ്റുകൾ പറ്റാം. നമുക്കൊരു നീതി അവകാശപ്പെടാനില്ല. നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും വീഴാന്നർത്ഥം ആ പാപത്തിൽ. ഞാൻ അതുപോലെ ഒരു ദിവസം എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 പാപങ്ങളിൽ ഞാൻ ഇനി വീഴില്ല, കാരണം അതിനൊക്കെ ഞാൻ ക്ലിയറായി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിൽക്കുന്നവെന്ന് തോന്നുന്നു സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ഒരാഴ്ച അതിലൊരു കാര്യം ഞാൻ പറയാം. ഒരു പാപത്തെ വീഴില്ല എന്ന് പറഞ്ഞത് അത് പണം എന്നെ മോഹിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഒരു കാര്യം. മറ്റേ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം ഞാനൊരു പാസ്റ്റർ വീട്ടിലോട്ട് വന്നു. ഈ പാസ്റ്റർ വീട്ടിലോട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പുള്ളി നേരത്തെ പരിചയം. ഇപ്പോൾ പുള്ളിയുടെ പേരിൽ വീട്, കാറ്, ബംഗ്ലാവ്, പുള്ളിയുടെ കയ്യിരിക്കുന്ന ടാബ്, ലാപ്ടോപ്പ്, ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പുള്ളി ആഴ്ചയിൽ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ട് വരുന്നയാളാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കിതൊക്കെ കാണുമ്പോൾ അറപ്പ് തോന്നിക്കൊണ്ടിരുന്ന
എൻ്റെ മനസ്സ് തോന്നുന്നു ഇത് കൊള്ളാവല്ലോ പരിപാടി എന്ന് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന എനിക്കറിയാം, ഈ മോഹം. അപ്പം ഞാനിത് ഓർത്തു, എൻ്റെ ദൈവമേ, നിൽക്കുന്നത് നമ്മൾ എവിടെ തോന്നുന്നോ അവിടെ നമുക്ക് പ്രലോഭനങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിൽ പിടിക്കപ്പെടും. അതാ കർത്താവ് പറഞ്ഞ്, നിൽക്കുന്നത് നമ്മൾ തോന്നിയാൽ ആ പോയിന്റ് നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഏത് സമയത്തും നമുക്കൊരു പാപം സംഭവിക്കാം. ഓക്കെ, അപ്പം നമ്മൾ തിരിഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. കർത്താവേ, ഞാൻ അഹങ്കാരിയായിരുന്നു, ഞാൻ വീണിരിക്കുന്നു, എന്നെ രക്ഷിക്കണേ. കാരണം അപ്പോഴും ദുർമനസാക്ഷിയിൽ നിന്ന് അകന്നു പോകരുത്, ഹൃദയനുറുക്കത്തോടെ അടുത്ത് ചെല്ലണം. അതാണ് രക്ഷയുടെ പ്രത്യേകത. വി ക്യാൻ ഓൾവേസ് അപ്രോച്ച് ദി ത്രോൺ ഓഫ് ഗ്രേസ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ഇപ്പം നമ്മൾ വലിയ പെട്ടെന്ന് പഴയ കാലത്ത് ഇങ്ങനെ സിൻഡ്രല്ല സ്റ്റോറീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിൻഡ്രല്ല സ്റ്റോറി അറിയോ? സിൻഡ്രല്ല അറിയോ? കഥ പിള്ളേർക്കറിയാമോ? പെട്ടെന്നാണ് സിൻഡ്രല്ല മുതലാളിയായത്, അല്ലേ? ഭയങ്കര രാജ്ഞിയായി മാറിയത്. അത് പെൺപിള്ളേരെല്ലാം വായിക്കുന്ന കഥയാണ് ഈ സിൻഡ്രല്ല സ്റ്റോറീസ് എന്ന് പറയുന്നത്, അല്ലേ? ഫെയറി ടെയിൽസ്. ആൺപിള്ളേർക്ക് ഒന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. വെരി ഗുഡ്. ഇത്ര നേരം എൻ്റെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരാശ്വാസം. ഓക്കെ, പാവം, അവരുടെ കഷ്ടപ്പാട് ഇനി അത്. ഓക്കെ, ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ അറിയുകയാണ് നിങ്ങളുടെ യഥാർത്ഥ അപ്പനും അമ്മയും അല്ല നിങ്ങളുടെ കൂടെ ഉള്ളത്. കഥ കേട്ടോ, ഒന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അത് ആശുപത്രി വെച്ച് മാറിപ്പോയതാണ്. യഥാർത്ഥ അപ്പനും അമ്മയും നിങ്ങൾ അന്വേഷിച്ച് വരുമെന്ന് വിചാരിച്ചോ? ആ അപ്പനെ വന്നപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി, ഇഷ്ടംപോലെ സമ്പത്ത്, വാഹനം, കാറ്. നിങ്ങൾക്ക് എന്ത് തോന്നും? എന്ത് തോന്നും? ഓ, രക്ഷപ്പെട്ടു ഈ വീട്ടിൽ നിന്ന് തോന്നുമോ? പെട്ടെന്ന് നമ്മൾ ഭയങ്കര ധനവാന്മാരായി മാറും. അതുപോലെ ഈ കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ഈ കർത്താവിൻ്റെ ആ സമ്പത്ത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനേക്കാളും സമ്പത്തുള്ള ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ. പക്ഷേ ഈ സമ്പത്ത് ഇവിടെ എണ്ണി വയ്ക്കാവുന്ന, നാണയത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഇവിടുത്തെ എന്തോ അത്, ദിർഹം. നമ്മൾ എണ്ണി കൂട്ടി വയ്ക്കാവുന്ന ദിർഹം പോലത്തെ അല്ല, നിത്യജീവനിലേക്ക് വരുന്ന അതിമഹത്തായ ധനമുള്ള ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ. ഈ അപ്പൻ്റെ മകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര അവകാശിയാണ്. അതാണ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. ദാറ്റ് മീൻസ് ഐ ആം എ ഹെയർ ടു റിച്ചസ് ഇൻ ക്രൈസ്റ്റ്, ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ഹെവൻ. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ കാരണമാണ്. ഇൻ ആഡം എന്നുള്ള പൊസിഷനാണ് എന്നെ പാപിയും നരകയോഗ്യനുമാക്കിയതെങ്കിൽ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ എന്നെ എന്താക്കി മാറ്റിയിരിക്കുന്നു? എന്നെ അവകാശിയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ അവകാശമാണ് എന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ്? നമുക്ക് ആ ചെക്ക് കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല, അത് എവിടെ കൊണ്ടുപോയി കൊടുക്കണം? ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 3:16 മുതലുള്ള വാക്യങ്ങളെ ഒരു വലിയ ഷിഫ്റ്റായിട്ടാണ് കാണുന്നത് അപ്പോസ്റ്റലിക് ടീച്ചിങ്ങിൽ. അതായത് റോമാലേഖനവും ഗലാത്യ ലേഖനവും എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളും നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ, നീതീകരണം എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഇൻ ക്രൈസ്റ്റ്, അല്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്, പേഴ്സ് എടുത്തുകൊണ്ട് പോയതൊക്കെ? എന്നാൽ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ഇൻ ക്രൈസ്റ്റ് കാരണമാണ്, പക്ഷെ അത് നമ്മൾ അനുഭവിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ മീ എന്ന പൊസിഷൻ കാരണമാണ്. അത് രണ്ടും രണ്ടാണ്. ക്രിസ്തുവിൽ ഞാൻ എന്ന് പറയുന്നതും ക്രിസ്തു എന്നിൽ എന്ന് പറയുന്നതും രണ്ടും 2 പ്രയോഗങ്ങളാണ്. നമുക്ക് എഫേസ്യർ 3:16 ശേഷം ഇൻ ക്രൈസ്റ്റ് എന്നല്ല, ക്രൈസ്റ്റ് ഇൻ മീ എന്നാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? എഫേസ്യ ലേഖനം 2:6 വായിച്ചേ. 2:6 കണ്ടോ? അവിടെ ഇല്ല, അല്ലേ? ഇന്ന ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകുന്നതും നിത്യജീവൻ അവകാശമാക്കുന്നതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ എന്നുള്ളതാണ്. അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല എന്നൊക്കെ പറയും. 3:15 വായിച്ചേ. 3:15 പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പോൾ ക്രിസ്തുവിൽ നമ്മളായത് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ
ഈ ടേബിളിൽ ഞാനൊരു വര വരച്ചിട്ട് ടൈം ലൈനാന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള വിശുദ്ധന്മാരെല്ലാം കൂടെ എടുത്തിട്ട് പേഴ്സിനകത്താക്കിയത് ഓർമ്മയുണ്ടോ? ഓക്കെ, അതുപോലെ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് കാരണമാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ആയത്. ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മിൽ വന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ നിത്യതയിൽ സംഭവിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ, ക്രൈസ്റ്റ് ഇൻ മീ എന്ന് പറയുന്നത് സമയത്തിനകത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? നമ്മൾ എപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഈ വസിക്കുക എന്നുള്ള വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും വിഗ്രഹാരാധനയുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ ഞാൻ പെന്തക്കോസ്ത് ജനിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിഗ്രഹാരാധന ഇല്ലാത്ത ഒരു മനുഷ്യന് ലോകത്തില്ല. അവൻ രക്ഷിക്കപ്പെടുന്നവരെ അവൻ വിഗ്രഹാരാധിയാണ്. അപ്പോൾ വിഗ്രഹാരാധനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു ജീവനായി മാറാത്തിടത്തോളം കാലം നമ്മൾ വിഗ്രഹാരാധകരാണ്. ക്രിസ്തുവിൻ്റെ വിഗ്രഹമാണെന്നേ ഉള്ളതേ ഉള്ളൂ. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. 24 ബോഗിയുള്ളൊരു ട്രെയിനാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം രാവിലെ എപ്പോഴാണ് ഫസ്റ്റ് ബോഗി? എപ്പോഴാണ്? നമ്മൾ അബോധാവസ്ഥ കിടക്കുമ്പോൾ രാത്രി 12-നും 1-നും ഇടയ്ക്കാണ് ആദ്യത്തെ ബോഗി. രണ്ടാമത്തെ ബോഗി നമ്മളൊന്നും അറിയുന്നില്ല, കിടന്ന് നല്ല വിശ്രമമാണ്. മൂന്നാമത്തെ ബോഗിയിലൊന്നും അറിയുന്നില്ല. നാലാമത്തെ ബോഗിയിലൊന്നും അറിയുന്നില്ല. അഞ്ചാമത്തെ ബോഗിയിൽ ചില ആൾക്കാർ എഴുന്നേക്കും. എൻ്റെ കർത്താവേ സ്തോത്രം, ഇന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായ കൃപ തരണമേ, ആമേൻ. അവിടെ യേശു ഉണ്ട്. അഞ്ചാമത്തെ ബോഗിയിൽ കർത്താവുണ്ട്. ആറാമത്തെ ബോഗിയിലും ചിലപ്പം കാണുമായിരിക്കും. ചില ബൈബിൾ വായിക്കാനെല്ലാം തോന്നിയാൽ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 8 മണിയായി, 21. അതിനിടയ്ക്ക് ഏതോ ഒരു ബോഗിയിലൂടെ കർത്താവുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം, രാവിലെ വീഴാവുന്ന വീഴ്ചകളിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ച് അവിടെയും കർത്താവുണ്ട്. പിന്നെ 21, 22, 23, 24 കർത്താവില്ല. തീറ്റ, കുടി, ആനന്ദം, ഉറക്കം. അപ്പോൾ കർത്താവ് വസിക്കുന്നില്ല, വന്നു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിലാണ് ഈ 5 ദിവസം താമസിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പല സമയത്തും വീട്ടിൽ വന്ന് താമസിക്കുന്നൊരു പതിവുണ്ടല്ലോ. വീട്ടിലാവൻ താമസിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ വീട്ടിലെ ആൾ പറയും, ഇതാണ് നിങ്ങളുടെ മുറി. അതിനർത്ഥം എന്താ? ആ മുറിക്ക് വെളി ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം. ഇത് മാത്രമാണ് നിങ്ങളുടെ മുറി, ഞങ്ങളുടെ മുറിയാണ് അത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുതെന്നാണ് എൻ്റെ അർത്ഥം. അടുക്കള, ഞാൻ ഒത്തിരി പ്രാവശ്യം പല സ്ഥലങ്ങളിൽ പോയി പല വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവിടെ അടുക്കളയിൽ കയറാറില്ല, വേറെ റൂമിലും കയറാറില്ല. ലിവിങ് റൂം വഴി ഇങ്ങനെ പാസ് ചെയ്ത് നേരെ എൻ്റെ റൂമിലോട്ട് പോയി, എനിക്ക് തന്നിരിക്കുന്ന, എൻ്റെ റൂമല്ല, എനിക്ക് തൽക്കാലം തന്നിരിക്കുന്ന കൃപയാൽ കിട്ടിയിരിക്കുന്ന ആ റൂമിലേക്ക് പോയി. അതുപോലെ കർത്താവ് ഈ കമ്പാർട്ട്മെൻറ്റിൽ 2 കമ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അതായത് അവിടെ യേശു എന്ന ആളെ നമ്മൾ കാണുകയാണ്. നമസ്തേ, നമസ്കാരം എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് കർത്താവ് ഇല്ലാത്തൊരു കമ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ഇത് ഐഡലേറ്ററിയാണ്. എന്നാൽ കർത്താവ് വസിക്കുവാണ് നമ്മളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മുടെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കർത്താവ് കാണും. ഞാൻ വഴി നിന്ന് ഒരാളോട് സംസാരിക്കുമ്പോഴും ക്രിസ്തു ആയിരിക്കും എന്നിൽ വസിക്കുന്നത്. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഓൾ ലൈഫ് സിറ്റുവേഷൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ഉണ്ടായ ഇതിനായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിളോട് ഞാൻ പറയാം. അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയറാണ്. ഞാൻ തൃശ്ശൂരിലൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ സാധാരണ ഫ്രണ്ട് വന്നിരിക്കാറില്ല. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല മ്യൂസിക് ആയിട്ട് ഉറക്കം വരും. അതാണൊരു കാരണം. അപ്പോൾ ആൾക്കാർ കാണും ഇത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിലത്തെ സീറ്റിലിരിക്കാറുള്ളൂ. മ്യൂസിക് ഇല്ലാതെ പാടിയാൽ കുഴപ്പമില്ല. ഈ സാധനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറക്കം വരും. അപ്പം നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ബാക്കിലിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്നൊരു പാട്ട് പാടി, പോകല്ലേ കടന്നെന്നെ, അറിയാം പാട്ട്, പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ എന്നൊരു പാട്ട് പാടി. അപ്പം ഞാൻ ആ ബാക്കിൽ ഇങ്ങനെ ആലോചിക്കുക, പാസ് മീ, എന്നെ കടന്നു, അങ്ങനെ കർത്താവ് എന്നെ കടന്നു പോവോ? അതെന്തോ ഇത്? അടുത്തുള്ളവനെ നോക്കുന്നു, ഇപ്പുറത്തുള്ളവനെ നോക്കുമ്പോൾ എന്നെ നീ. അപ്പോൾ പഴയകാലത്തെ പാട്ടിനകത്ത് ഇങ്ങനെ തെറ്റുകൾ വരാറില്ല. ഇപ്പോൾ തിയോളജി കൂടിയതുകൊണ്ടാണ് ഇന്ന് മുഴുവൻ തെറ്റുകൾ വരുന്നത്. അന്ന് തിയോളജിയും പ്രസംഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ടുകളെല്ലാം ഭയങ്കര ക്ലീൻ ആയിരുന്നു. എല്ലാം ഉപദേശം കറക്റ്റായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിനകത്ത് തെറ്റ് വരാൻ സാധ്യതയില്ലോ. ഫാനി ജെ ക്രോസ്ബി എഴുതിയൊരു പാട്ട് തിയോളജിക്കൽ റോങ് ആവുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ്. ഇത് ഇത്രയും വലിയ പൊട്ടത്തരം അവർ പറയൂ. അപ്പം ഞാൻ എന്താ ഇതിൻ്റെ കാരണം? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നേരെ സ്റ്റേജിലേക്ക് വന്നു, ബൈബിൾ എടുത്ത് വിടർത്തി. മിക്കാറ് സമയത്ത് ബൈബിൾ തുറക്കുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ബൈബിൾ തുറന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു ശബ്ദം എൻ്റെ ഉള്ളിൽ വന്നു. എന്നോട് ചോദിച്ചു, നിനക്കറിയാമോ നീ എന്താ പ്രസംഗിക്കേണ്ടതെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, കാരണം ആദ്യമായിട്ട് ചർച്ച പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം പെന്തക്കോസ്തിൽ വലിയൊരു പങ്ക് വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിക്കാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ആദ്യം ഇത് പറയും.
അപ്പോൾ എനിക്കറിയാം പറയാൻ എന്ന് ഞാൻ പറയലും എൻ്റെ ചുറ്റും ഒരു നിശബ്ദത ഉണ്ടായതുപോലെ എനിക്ക് തോന്നി കർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല. അതായത് ഞാൻ നിസ്സഹായനാണ്. ഇപ്പം കർത്താവിനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് മടുക്കും. നമ്മൾ കുറേ സംസാരിച്ചിട്ട് മടുക്കും. കർത്താവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ മടുക്കാതെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവിനോട് സംസാരിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ടയേർഡായി. സ്റ്റേജിൽ പ്രസംഗം തുടങ്ങാൻ 1 മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, പോകല്ലേ കടന്ന് എന്നെ. അപ്പോഴെനിക്ക് മനസ്സിലായത് ആ പാട്ട് എന്താണ്. എനിക്കറിയാമെങ്കിൽ പിന്നെ കർത്താവ് എന്നോട് നിൽക്കേണ്ട കാര്യമില്ല. ഹി ക്യാൻ പാസ് മീ ബൈ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മുമ്പിലിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വിഭജിച്ച് തരുന്നില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് ആയി യേശു ഇല്ലെങ്കിൽ നമുക്കവിടെ എല്ലാം 0 മാത്രമേ കിട്ടുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ നിങ്ങളോട് വന്നിവിടെ 5 ദിവസം സംസാരിച്ചതിന് കർത്താവ് എനിക്ക് തരുന്ന മാർക്ക് 0 ഉള്ളൂ. കാരണം കർത്താവായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനൊന്നും അല്ല സംസാരിക്കുന്നത്. എന്തുമാത്രം ഭാരത്തോടെ സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ നിങ്ങൾ ഓർമ്മ പോലും കിട്ടത്തില്ല. ഇന്ന് രാവിലെ കണ്ടവരെ വരെ വൈകിട്ട് കാണും. ഇന്ന് ഇവരെ എവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലത്തെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയാണ് ഞാൻ. അപ്പോൾ പറയാം, ജെയ്സ് ബ്രദർ സ്നേഹത്തെക്കുറിച്ച് എന്താ ഡയലോഗ്. കഴിഞ്ഞ ദിവസം വഴി കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഒരു പോക്ക്. അത്രയേ ഉള്ളൂ ഞാൻ. ഞാൻ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ 0 കിട്ടുള്ളൂ. കാരണം സ്നേഹത്തിനാണ് മാർക്ക്. പക്ഷേ ഞാൻ മാർക്ക് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ക്രിസ്തു ആണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രയായിരിക്കും? എന്ത് സ്നേഹമായിരിക്കും അല്ലേ? അപ്പം ഞാൻ പറയാം, കർത്താവ് ഞാൻ മരിച്ചു, ഇനി നീയാണ്. അപ്പം നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ ആണെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന ക്രിസ്തു ആയിരിക്കും. കാരണം എന്താ? ഞാൻ മരിച്ചു. എനിക്ക് നിങ്ങൾ അംഗീകരിക്കണമെന്നോ നന്നായിട്ട് പറയണമെന്നോ ഒരു താല്പര്യമില്ല. ഞാൻ മരിച്ചു. എനിക്കതിനകത്ത് അജണ്ടയില്ല. ഞാൻ മരിച്ചു. കർത്താവ് സംസാരിക്കും, നിങ്ങൾ കേട്ടോ. എൻ്റെ വാക്കുകളാണ്, എൻ്റെ പഠനമാണ്. ഓക്കെ, പക്ഷെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടത് കർത്താവാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കണം? വിശ്വാസത്തിലാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവിൻ്റെ പ്രതിഫലമാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുമായിരുന്നെങ്കിൽ എന്ത് പ്രതിഫലം കിട്ടുമായിരുന്നോ ആ പ്രതിഫലമാണ് ഈ പൊട്ടനായ ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവ് എൻ്റെ അക്കൗണ്ടിൽ എഴുതി വയ്ക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെയാണ്. നീതിയുടെ ഫലം, നീതിയുടെ റിവാർഡ്. 1 കൊരിന്ത്യർ ലേഖനം 1:29-30 വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 1:29-30. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. കണ്ടോ, ഈ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ഈസ് ദാറ്റ് പേഴ്സൺ, ക്രൈസ്റ്റ്, മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഹി ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് ഹി ഈസ് മൈ റിഡംഷൻ. ഹി ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, ഹി ഈസ് മൈ വിസ്ഡം ഫ്രം ദ ലോഡ്. ഇത് വരുമ്പോൾ ക്രിസ്തു എന്ന വ്യക്തി അല്ലാതെ വേറെ ഒന്നും പ്രസക്തമല്ല. മതമില്ല, ഓക്കെ, എൻ്റെ ചിന്തകളില്ല. ഐ ഡൈഡ്. ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ്. മനസ്സിലാവുന്നുണ്ടോ ഇത്? ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3:17 ഒന്നുകൂടെ വരാം. എഫേസ്യർ 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകുകയും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഒന്നാന്തരം നിർവചനമാണ്. ഇവിടെ തൊട്ടാണ് അപ്പോസ്തലിക ഉപദേശം, ഇനി അങ്ങോട്ടുള്ള കൊളോസി ലേഖനം, എബ്രായ ലേഖനം, പത്രോസിൻ്റെ ലേഖനം, ഇതെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നീതീകരണത്തെക്കുറിച്ചുള്ള കാര്യമായി ഒന്നും ഇനി പറയുന്നില്ല. അത് ദൈവം എങ്ങനെയാണ്, എത്ര മനോഹരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ 3:17 ഈ പ്രാർത്ഥനയോട് കൂടിയാണ് നീതീകരണത്തിന് പഠിപ്പിച്ച ശേഷം വിശുദ്ധീകരണത്തിലേക്ക് ആ പഠിപ്പിക്കലുകൾ മുഴുവൻ മാറുന്നത്. ഇനി എബ്രായ ലേഖനം വായിക്കുമ്പോഴും യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് സാങ്ക്ടിഫിക്കേഷൻ എന്ന വാക്കാണ്. എന്താണ് സാങ്ക്ടിഫിക്കേഷൻ? ഈ അവസാനം ഒരു വാക്യം കൂടെ വായിക്കാം കേട്ടോ, 20-ാമത്തെ വാക്യം കൂടെ വായിക്കാം.
എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മാരുതി കാർ ചോദിക്കുന്നവന് എന്താ തരുന്നേ? ഇവിടുത്തെ വലിയ കാർ ഏതാ? ലാൻഡ് ക്രൂസർ തരുന്ന ദൈവം. അപ്പം എന്താണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും? പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചേക്കെന്ന് നോക്കി. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരുത്തൻ എന്നെ തല്ലി, പുറത്തെ മനുഷ്യനെ ശക്തനെങ്കിലോ നല്ല പൊട്ടിട്ട് തിരിച്ചു കൊടുക്കും. അകത്തെ മനുഷ്യനെ ശക്തനെങ്കിലോ അവനെ പോയി കെട്ടിപ്പിടിക്കും. അത്ര ശക്തിയുണ്ട് എനിക്ക്. നിങ്ങളുടെ ചർച്ചിന് കേരളത്തിൽ ആരോ സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞു, നിങ്ങളുടെ കൂടെ പഠിച്ച ആളാണ് അവിടുത്തെ DSP എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ DSP വിളിച്ചിട്ട് എടാ ഇതേ ഞങ്ങളുടെ ചർച്ചിനായിരുന്നു കല്ലെറിഞ്ഞിരിക്കുന്നു, കൈകാര്യം ചെയ്തേക്ക്. അതാണ് നമ്മുടെ പുറം മനുഷ്യൻ ശക്തൻ. ഈ പുറം മനുഷ്യൻ ശക്തനാവാൻ പൈസ വേണം, സ്വാധീനം വേണം, ആരോഗ്യം വേണം, കയ്യിൽ കുറേ സാധനങ്ങൾ വേണം. എന്നാൽ അകം മനുഷ്യൻ ശക്തനാകുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ധനം കൊണ്ടാണ്. ഈ ദൈവത്തിൻ്റെ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒന്നുമില്ലെങ്കിലും ജീവിക്കാം. കാരണം അകത്തെ മനുഷ്യൻ ഭയങ്കര പവർഫുള്ളാണ്. ഏത് മനുഷ്യനോട് ക്ഷമിക്കാം, ഏത് മനുഷ്യനെ സ്നേഹിക്കാം. കാരണം എന്താ? അകത്തെ മനുഷ്യൻ ഭയങ്കര സ്ട്രോങ്ങാണ്. ഈ സ്ട്രെങ്ത് എവിടെ നിന്ന് വരുന്ന? ആത്മാവിനാൽ മാത്രമേ വരുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പുറം മനുഷ്യൻ്റെ സ്ട്രെങ്ത് അല്ല അകം മനുഷ്യൻ. ഓക്കെ, വിശ്വാസം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞത്, സമയം വളരെ വേഗമാണ് പോകുന്നത്, 7 മണിയായി കഴിഞ്ഞു. ഓക്കെ, ഒരു 2-3 മിനിറ്റോടെ എനിക്ക് വേണ്ടി വരും, അല്ലാതെ തീർക്കാൻ പറ്റത്തില്ല. ഇത് തീരുമൊന്നും അല്ല, ഞാൻ പറഞ്ഞു ഇതൊരു തുടക്കമാണ്, ഒരു ബോംബാണ്. ഇത് പൊട്ടി ഇതിൻ്റെ എഫക്റ്റ് പതുക്കെ നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിത് വായിച്ചെങ്കിലും നോക്കണം. എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം. റോമാലേഖനം നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഈ മനുഷ്യനൊന്നുമല്ല ഇവിടം വരെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയാലേ എന്ന് വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ റോമാലേഖനം ഒന്ന് വായിക്കണം കേട്ടോ. 10 വരെ വായിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വായിച്ചാലും മതി. പിന്നെ നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങും. കാരണം എന്നെ നിങ്ങൾ വിടും. കാരണം റോമാലേഖനം നിങ്ങളോട് സംസാരിക്കും. ഈ റോമാലേഖനം വായിച്ചിട്ടാണ് മാർട്ടിൻ ലൂതർ വരെ രക്ഷിക്കപ്പെട്ടത്. സോ പവർഫുൾ. ഇനി ഒരു വലിയ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്നേഹത്തിൽ വേരൂന്നുക എന്ന് പറയുന്ന ഷിഫ്റ്റാണ്. നമ്മളിപ്പോൾ വേരൂന്നിരിക്കുന്ന സ്നേഹത്തിലല്ല, രസത്തിലാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച എന്തുമാത്രം ഫുഡ് കഴിച്ചെന്നറിയാം? വെറൈറ്റി. ആദ്യം കഴിച്ചത് സിറിയൻ ഫുഡാണ്. അവിടെ നിന്നാണ് തുടങ്ങിയത്. സിറിയൻ ഫുഡ്, ലബനീസ് ഫുഡ്, കേരള ഫുഡ്, പിന്നെ എന്തൊക്കെയായിരുന്നു, അമേരിക്കൻ ഫുഡ്. അതൊക്കെ കഴിച്ച അവസ്ഥ. ഓക്കെ, KFC, ഇതെല്ലാം കഴിച്ചു. എന്തിനാ ഇങ്ങനെ കഴിക്കുന്നറിയോ? അതിൻ്റെ രസം. വിശപ്പ് മാറാനല്ല, രസം. നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതിന് ലജ്ജ മറയ്ക്കാനല്ല, രസം. നമ്മൾ കൂട്ടുകാരെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആരോട് സംസാരിച്ചാലാണോ രസം ഉണ്ടാകുന്നത്? രസം, എൻജോയ്മെൻറ്റ്. നമ്മൾ എന്താ TV വയ്ക്കുന്നതിന് രസം. എല്ലാ രസമാണ്. ഈ രസമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ രസിക്കുന്ന തെറ്റാന്നല്ല, രസം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു. അപ്പം ക്രിസ്തുവിനെ അറിയുന്നത് വരെ രസമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സമ്മതിച്ചോ? പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പം രസം ഉണ്ടെങ്കിലേ കേൾക്കുള്ളൂ, രസം ഇല്ലെങ്കിൽ കേൾക്കില്ല. അപ്പോൾ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തമാശ പറയുന്നതാണ്. ഞാനങ്ങനെ ഓർത്തിരുന്നോണ്ടൊന്നല്ല പറയുന്നതെങ്കിലും 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രസം വരും, അല്ല ഉറങ്ങിപ്പോവും. അപ്പോൾ രസമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഒരു രസമില്ല ബ്രദർ, ലൈഫ് പൊളിഞ്ഞിരിക്കുന്നു, ബോറടിക്കുന്നു, രസമില്ല. അതിലും രസം കണ്ടോ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ രസം വന്നു. അതിലും രസം ഒന്നിച്ച് 25 വർഷം 30 വർഷം ജീവിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ ഒരു രസമില്ല, ജീവിതം നശിച്ച് ബോറടിച്ചു പോവുക, ഞാൻ വിട്ടിട്ട് പോവാണ്, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇനി രസം എന്നുള്ള ഫാക്ടർ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് സ്നേഹം എന്നുള്ള ഫാക്ടർ വെച്ച് നോക്കി. ഈ സ്നേഹം എന്നുള്ള ഫാക്ടർ വെച്ച് കഴിയുമ്പം എല്ലാ സ്നേഹം എന്ന വേരിൽ ഊന്നും. ഈ സ്നേഹം എന്ന വേരിൽ ഊന്നി കഴിഞ്ഞാൽ ജീവിതത്തിൽ തല്ലിപ്പൊളി ആയാലും ഭാര്യയെ നോക്കുമ്പോൾ ഭർത്താവിനെ നോക്കുമ്പോൾ ഉള്ളിൽ സ്നേഹം വരും. കാരണം എന്താ? സ്നേഹത്തിലെ വേര് വന്നിരിക്കുന്നത്. അപ്പം ഡൈവോഴ്സ് ചെയ്യണം തോന്നുമോ? പറ, തോന്നൂല. മരിക്കാൻ വേണ്ടിയാണല്ലോ, മരണം വരെയല്ലേ സ്നേഹം. ഇനി നമ്മൾ സ്നേഹത്തിൽ ഊന്നി തീരുമാനങ്ങൾ എടുത്തു നോക്കി, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പം നമ്മളെ രസിപ്പിക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്കല്ല നമ്മൾ പോകുന്നത്, ആവശ്യമുള്ള, നീടുള്ള, കരയുന്ന, ഉള്ളം തകർന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. കാരണം വി ആർ നോട്ട് ഡ്രിവൺ ബൈ രസം, ബട്ട് വി ആർ ഡ്രിവൺ ബൈ ലവ്. ഇതാണ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഷിഫ്റ്റ്. ലോകത്തിൽ 2 തരം ജീവിതമേ ഉള്ളൂ. ഒന്ന് രസത്തിൽ ബേസ് ചെയ്തതും മറ്റൊന്ന് സ്നേഹത്തിൽ ബേസ് ചെയ്തതും. ഈ സ്നേഹത്തിൽ ബേസ് ചെയ്ത ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്ന ജീവിതമാണ്. അവിടെ തൊട്ടാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്.
വി സ്റ്റാർട്ട് എ ലൈഫ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ ഡിവൈൻ ലവ് ഓഫ് ക്രൈസ്റ്റ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മനസ്സിലായോ? ഇതാണ് ഷിഫ്റ്റ്. ഈ ഷിഫ്റ്റ് നമുക്ക് സംഭവിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ സഹോദരൻ നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോയാലും അവനെ നോക്കുമ്പം കർത്താവ് അവനെ നോക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നത്, അതിനാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഓൾ അവർ റിലേഷൻഷിപ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ ഡിവൈൻ ലവ്. എന്നിട്ട് പറയാണ്, ആ സ്നേഹത്തിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന്. അപ്പോൾ കുറേ വിശുദ്ധന്മാരെ എങ്ങനെ വിട്ടിട്ടുണ്ട് നമ്മുടെ കൂടെ. ചില വിശുദ്ധന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, എൻ്റെ കർത്താവ് ഇവനെയൊക്കെ എങ്ങനെ നീ സ്നേഹിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു? അപ്പോൾ കർത്താവ് പറയും, നീ അവനെ സ്നേഹിക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്നേഹത്തിൻ്റെ നീളം. അന്നേരമാണ് വേറൊരുത്തം വരുന്നത്. അവനാണേ മഹാപ്രശ്നക്കാരനാണ്, വിശ്വാസത്തോട് വന്നേ ഉള്ളൂ, അത്രയും നന്നായിട്ടില്ല. നമ്മുടെ സഭയിലൊക്കെ വിശുദ്ധന്മാർ വരുന്നത് നമുക്കിഷ്ടം, പാപികൾ വരുന്ന ഇഷ്ടമില്ല. പക്ഷേ കർത്താവിൻ്റെ സഭയിൽ പാപികൾ വരണം, പാപികൾ ഒന്ന് മാനസാന്തരപ്പെടണം, അവർ നന്നായി വരണം. അങ്ങനെ ഓരോരോ വിശുദ്ധന്മാരോട് നമ്മൾ പഠിക്കുകയാണ് കർത്താവ് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എന്താഴത്തിലേക്ക് ഈ സ്നേഹത്തിന് പോകാൻ പറ്റും. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാ? അല്ല അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത്, സത്യം പറയുന്നതാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ഞാനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലാതെ വേറെ ഒരിടത്തും എഴുതിയിട്ടില്ല യോഹന്നാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന്. മത്തായിയുടെ സുവിശേഷത്തിലുണ്ടോ? അപ്പോൾ യോഹന്നാനാ പറഞ്ഞുള്ളൂ അല്ലേ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അത് യോഹന്നാൻ എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യോഹന്നാൻ നോക്കുമ്പോൾ പത്രോസൊക്കെ എത്ര ഡീസൻ്റാണ്, അവനെ സ്നേഹിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ എത്ര വലിയ പാപിയാണ്, എന്നെ സ്നേഹിക്കണമെങ്കിൽ കർത്താവ് എത്ര ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് കാണും. അപ്പോൾ യോഹന്നാനെ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് 10 അടി താഴോട്ടിറങ്ങിയെങ്കിൽ എന്നെ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് എത്ര അടി താഴോട്ടിറങ്ങി കാണുമായിരിക്കും? അപ്പോൾ കർത്താവ് കൂടുതൽ സ്നേഹിച്ചത് ആരെയായിരിക്കും? അന്ന് ഞാൻ ജീവിച്ചിരിപ്പില്ലാതിരുന്നുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് യോഹന്നാനെയാണ്. അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ യോഹന്നാൻ പോലും പറഞ്ഞു പോയനെ ഇവനെ തന്നെയായിരിക്കും. കാരണം നമ്മൾ അവസാനം മനസ്സിലാക്കുന്നത്, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന് തുല്യമായി വേറെ ഒന്നുമില്ല. ഇത്രയും കഷ്ടപ്പാട് എന്നെ രക്ഷിക്കാനല്ലാതെ വേറെ ആർക്കു വേണ്ടിയും കർത്താവിന് സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് അനുഭവിച്ച അടിയും വേദനയും വേറെ ആരെ രക്ഷിക്കാനും കർത്താവിന് വേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഐ വാസ് ദ വർസ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്. ഇത് ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും തോന്നേണ്ട ഒരു ഫീലിംഗാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ ജീവൻ ആത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർത്തപ്പെടുകയും ഞങ്ങൾ ആന്തരിക മനുഷ്യനിൽ ബലം പ്രാപിക്കുകയും കർത്താവ്, ഞങ്ങൾ സ്നേഹമെന്ന തത്വത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ആ വലിയൊരു ഷിഫ്റ്റിലേക്ക് പോവുകയും അങ്ങേക്ക് വിശുദ്ധമായൊരു ജനമായി ഞങ്ങൾ വേർതിരിക്കപ്പെടുകയും ക്രിസ്തു ഉള്ളവരായി, കർത്താവെ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ അവകാശങ്ങളുള്ളവരായി കർത്താവെ ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, വിശുദ്ധീകരണത്തിൻ്റെ ഓട്ടം തികയ്ക്കുവാൻ, അന്ത്യം വരെയും ഓടുവാൻ, ക്രിസ്തു ഞങ്ങൾക്ക് എല്ലാമായി തീരുന്ന ആ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.